السلام عليكم ورحمة الله وبركاته. الحمد لله والصلاة والسلام على رسول الله وعلى آله وصحبه أجمعين، ما بعد، فنسأل الله تبارك وتعالى أن يمن علينا بالعلم النافع والعمل الصالح ويرزقنا الإخلاص في القول والعمل. സഹോദരങ്ങളെ, അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ ഈ കൂടിയിരുത്തം നാളെ നമുക്ക് ലഭിക്കുന്ന ഏറ്റവും വലിയ പ്രതിഫലമായി മാറ്റുമാറാകട്ടെ. മുവഹിദീങ്ങളായ നമ്മളെ എല്ലാവരെയും അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ അവസാനത്തെ വാക്ക് ലാ ഇലാഹ ഇല്ലല്ലാഹ് ഉച്ചരിച്ചുകൊണ്ട് മരണപ്പെടാൻ നമുക്കെല്ലാവർക്കും റബ്ബ് സുബ്ഹാനഹു വ തആല തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. പ്രിയപ്പെട്ടവരെ, നമ്മൾ മനസ്സിലാക്കിയതുപോലെ നമ്മൾ ഭൂരിഭാഗം ആളുകളും കുറച്ച് ദിവസം മുൻപ് പുതിയൊരു വർഷമെന്ന് പറഞ്ഞ് അവർ പ്രവേശിച്ചിരിക്കുകയാണ്. നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം, ദുനിയാവിൻ്റെ നിരർത്ഥകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ഈ മാസങ്ങളും ദിവസങ്ങളും പോകുന്നത് പോലെയാണ്. നോക്കൂ, നമ്മൾ ചിന്തിക്കുന്നില്ലേ, നമ്മൾ ആലോചിക്കുന്നില്ലേ, റമളാൻ അത് നമ്മിൽ നിന്ന് കഴിഞ്ഞ മാസം അല്ലെങ്കിൽ തൊട്ടടുത്ത ദിവസങ്ങളിലായി കഴിഞ്ഞതുപോലെയാണ് നമ്മൾ ചിന്തിക്കുന്നത്. ആലോചിച്ച് നോക്കൂ, അടുത്ത റമളാനിന് ഏതാനും ദിവസങ്ങൾ മാത്രമാണ് ബാക്കിയുള്ളത്. ഇതാണ് ദുനിയാവ്, ഇതാണ് ദുനിയാവിൻ്റെ നിരർത്ഥകത. റബ്ബ് സുബ്ഹാനഹു വ തആല പറഞ്ഞില്ലേ, ചില ആളുകൾ നാളെ ഖിയാമത്ത് നാളിൽ റബ്ബിന് മുൻപിലെത്തിക്കഴിഞ്ഞാൽ അവർ പറയുമെന്നാണ്, നമ്മൾ 10 ദിവസം മാത്രമാണ് ദുനിയാവിൽ ജീവിച്ചത്. 10 ദിവസം മാത്രം. ആലോചിച്ച് നോക്കണം, 50, 60, 70 വയസ്സ് ആയുസ് ലഭിച്ച ആളുകൾ നാളെ പറയുന്ന വാക്കാണത്, നമ്മൾ 10 ദിവസമാണ് ദുനിയാവിൽ ജീവിച്ചത് എന്ന്. അപ്പോൾ അവരുടെ കൂട്ടത്തിൽ മാന്യനായ ഒരു വ്യക്തി അവർ പറയുമെന്നാണ്, നമ്മൾ ജീവിച്ചത് ഇല്ല യൗമ, ഒരു ദിവസം മാത്രമാണ് എന്ന്. സുബ്ഹാനല്ലാഹ്. ആലോചിച്ച് നോക്കൂ, നൂഹ് അലൈഹിസ്സലാത്തു വസ്സലാം ജനങ്ങളെ ദഅവത്ത് നടത്തിയത് മാത്രം 950 വർഷമാണ്. ഈ ആളുകളൊക്കെ പറയുന്ന കാര്യമാണ്, നമ്മൾ ദുനിയാവിൽ ജീവിച്ചത് ഈ പറഞ്ഞ അത്ര ദിവസം മാത്രമാണ് എന്നുള്ളത്. അപ്പോൾ ആലോചിച്ച് നോക്കുക, ദുനിയാവിൻ്റെ നിരർത്ഥകത അത്രമാത്രമാണ്. ഈ കാലഘട്ടത്തിൽ അഥവാ ഈ പെട്ടെന്നുള്ള പോക്കിൽ നമ്മളൊരു ദിവസം മരണപ്പെടും. അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞതുപോലെ വല യുഅഖിറല്ലാഹു നഫ്സൻ ഇദാ ജാഅ അജലുഹ. റബ്ബ് സുബ്ഹാനഹു വ തആല ഒരു നഫ്സിനും ഒരാൾക്കും അവരുടെ മരണം എത്തിക്കഴിഞ്ഞാൽ പിന്നീട് അവധി നീട്ടിക്കൊടുക്കുകയില്ല. അപ്പോൾ നമ്മൾ മരണപ്പെടുമെന്നുള്ള കാര്യം നമുക്ക് ഉറപ്പാണ്. നമ്മുടെ മേൽ ബാധ്യതയായിട്ടുള്ള കാര്യം എന്താണ്? ഏത് സമയത്തും റബ്ബിനെ ഇബാദത്ത് ചെയ്യുക എന്നതാണ്. എങ്ങനെയാണ് ഏത് സമയത്തും റബ്ബിനെ ഇബാദത്ത് ചെയ്യുക? വെറുതെ ഇരിക്കുന്ന സമയത്ത് പോലും നമുക്ക് നമ്മുടെ ആ വെറുതെ ഇരുത്തം ഇബാദത്താക്കി മാറ്റാൻ സാധിക്കും. എങ്ങനെയാണത്? ആ വെറുതെ ഇരിക്കുന്ന ഇരുത്തത്തിൽ നമുക്ക് നിയ്യത്തുകൾ വെക്കാം. ഞാനിതാ ഈ വെറുതെ ഇരിക്കുമ്പോൾ വ്യഭിചരിക്കുന്നില്ല, ഞാൻ വെറുതെ ഇരിക്കുമ്പോൾ പലിശയുമായി ബന്ധപ്പെടുന്നില്ല, ഞാൻ വെറുതെ ഇരിക്കുമ്പോൾ കളവ് അത് നടത്തുന്നില്ല എന്നുള്ള നിയ്യത്തുകൾ ഉണ്ടാക്കിയെടുത്തു കഴിഞ്ഞാൽ അത് ഇബാദത്താണ്. പക്ഷേ ജനങ്ങളിൽ അധിക ആളുകളും ഈ ഒരു കാര്യത്തിൽ അശ്രദ്ധരാണ്. അതിനാൽ തന്നെ സഹോദരങ്ങളെ, നമ്മുടെ വെറുതെ ഇരുത്തം പോലും നമുക്ക് ഇബാദത്തായി മാറ്റാൻ പറ്റും. മാത്രമല്ല, റബ്ബ് നമുക്ക് നൽകിയ വലിയൊരു അനുഗ്രഹമാണ് നാവ് എന്നുള്ളത്. നമ്മൾ വാഹനങ്ങളിൽ യാത്ര ചെയ്യുന്ന ആളുകളാണ്, വണ്ടികളിൽ യാത്ര ചെയ്യുന്ന ആളുകളാണ്. നമ്മുടെ നാവിനെ നമ്മൾ ചലിപ്പിക്കുക. അല്ലാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞു, കലിമതാനി ഖഫീഫതാനി അലൽ ലിസാൻ. നാവിന് വളരെ ഭാരം കുറഞ്ഞ 2 വാക്കുകൾ. അത് ഭാരം കുറഞ്ഞതാണ് എന്ന് കരുതി ചെറുതായി കാണേണ്ടതില്ല. സഖീലതാനി ഫിൽ മീസാൻ. അത് തുലാസിൽ വളരെ കനം തൂങ്ങുന്നതാണ്. അത് മാത്രമാണോ? ഹബീബതാനി ഇല റഹ്മാൻ. റഹ്മാനായ റബ്ബിന് വളരെ ഇഷ്ടപ്പെട്ട വാക്കാണത്. ഏതാണത്? സുബ്ഹാനല്ലാഹി വബിഹംദിഹി സുബ്ഹാനല്ലാഹിൽ അസീം. ഈ ഹദീസ് കേൾക്കാത്ത ഒരാൾ പോലും ഈ സദസ്സിലുണ്ടാവുകയില്ല. പക്ഷേ സഹോദരങ്ങൾ, ചിന്തിക്കേണ്ട കാര്യം, നമ്മുടെ കൂട്ടത്തിൽ എത്ര ആളുകൾ ഈ ഒരു കാര്യം അമലാക്കിയിട്ടുണ്ട് എന്നുള്ളതാണ്. ഓരോ ആളുകളും ചിന്തിക്കുക. പല ആളുകൾക്കും ഈ ഹദീസ് ഹിഫ്ള് ഉണ്ടാകും, പക്ഷേ
ഈ ഒരു കാര്യം നമ്മൾ അമലാക്കുന്നത് എത്ര ആളുകളുണ്ട് എന്ന് സ്വന്തത്തോട് ചോദിക്കുക. അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞതുപോലെ ഫഇന്നഹു യസീറുൻ അലാ മൻ യസ്സറഹുല്ലാഹ്, ഏത് കാര്യവും എളുപ്പമാണ്, പക്ഷേ അലാ മൻ യസ്സറഹുല്ലാഹ്, അതിനെ ആരെളുപ്പമാക്കണം? റബ്ബ് സുബ്ഹാനഹു വ തആല അവൻ എളുപ്പമാക്കണം. നമ്മൾ ആ റബ്ബിനോട് ചോദിച്ചു കൊണ്ടേയിരിക്കുക, റബ്ബേ നിന്നെ ഇബാദത്ത് ചെയ്ത് നിന്നോട് മാത്രം ദുആ ചെയ്ത് ജീവിച്ച് മരിക്കാൻ നമുക്ക് തൗഫീക്ക് നൽകണമെന്നുള്ളത്. സഹോദരങ്ങളെ, മഹാനായ പണ്ഡിതൻ ഹമ്മാദ് ബിൻ സലമ റഹിമഹുല്ലാ അദ്ദേഹത്തോട് ഇന്നക തമൂതു ഗദൻ, നീ നാളെ മരണപ്പെടും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, അല്ലെങ്കിൽ നീ തൊട്ടടുത്ത നിമിഷം മരണപ്പെടും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അദ്ദേഹത്തിന് പ്രത്യേകിച്ച് അമലുകളിൽ വർദ്ധിപ്പിക്കാനൊന്നുമില്ല എന്നുള്ളതാണ്. സുബ്ഹാനല്ലാഹ്, ആലോചിച്ച് നോക്കൂ, അവർ അത്രയും അമലുകളിൽ മുന്നേറിയ ആളുകളാണ്. അതുകൊണ്ട് നമ്മൾ നമ്മളെപ്പറ്റി തന്നെ മുഹാസബത്തുൻ നഫ്സ്, സ്വന്തത്തെ തന്നെ വിചാരണ ചെയ്യുക എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്, പ്രത്യേകിച്ച് ഈ കാലഘട്ടത്തിൽ. അതിനാൽ സഹോദരങ്ങളെ, ഈ രാപ്പകലുകൾ അത് പൊടുന്നനെ ഇങ്ങനെ കഴിഞ്ഞു പോവുക എന്നുള്ളത് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞു, അത് ഖിയാമത്ത് നാളിൻ്റെ അടയാളമാണ്. വർഷങ്ങൾ മാസങ്ങൾ പോലെയും, മാസങ്ങൾ ആഴ്ചകൾ പോലെയും, ആഴ്ചകൾ ദിവസം പോലെയും, ദിവസങ്ങൾ മണിക്കൂർ പോലെയും കഴിഞ്ഞു തീരുക എന്നുള്ളത് നമ്മൾ സാക്ഷിത്വം വഹിക്കുന്ന ആളുകളാണ്. ആലോചിച്ച് നോക്കൂ, എന്ത് പെട്ടെന്നാണ് ദിവസങ്ങൾ പോകുന്നത് എന്നുള്ളത്. അതിനാൽ അമലുകളിൽ മുന്നേറിക്കൊണ്ട് റബ്ബിലേക്ക് അടുക്കാൻ പറയുന്ന ഞാനായാലും നിങ്ങളും എല്ലാവരും ശ്രദ്ധിക്കുക. റബ്ബ് സുബ്ഹാനഹു വ തആല തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. സഹോദരങ്ങളെ, നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുന്നത് മഹാനായ പണ്ഡിതൻ ഷെയ്ഖ് അബ്ദുറഹ്മാൻ ബിൻ നാസിർ അസ്സഅദി റഹിമഹുല്ലാ അദ്ദേഹം രചിച്ച മൻഹജുൽ ഹഖ് എന്ന് പറയുന്ന കവിതയാണ്. അഹ്ലുസുന്ന വൽ ജമാഅയുടെ അഖീദയും അതുപോലെ തന്നെ മൻഹജും വിശദീകരിക്കുന്ന കവിതയാണ് നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുന്നത്. അതിൽ ഷെയ്ഖ് റഹിമഹുല്ലാ അദ്ദേഹം തുടർന്ന് പറയുകയാണ്, അലൈസ ലിഹാദാ മുഹ്ദിസുൻ മുതസർരിഫുൻ ഹകീമുൻ അലീമുൻ വാഹിദുൻ മുതസർരിഫു. അല്ലാഹു സുബ്ഹാനഹു വ തആലയെ കുറിച്ച് പറയുകയാണ്. അഥവാ കഴിഞ്ഞ ദർസിൽ നമ്മൾ പറഞ്ഞിരുന്നു ആകാശത്തെ പറ്റി, അതുപോലെ തന്നെ പല ദൃഷ്ടാന്തങ്ങളെ പറ്റിയുമായിരുന്നു കഴിഞ്ഞ ദർസിൽ നമ്മൾ സൂചിപ്പിച്ചിരുന്നത്. അതിനെ തൊട്ടുടനെ തന്നെ ഒരു ചോദ്യമായി ഷെയ്ഖ് ചോദിക്കുകയാണ്, ഈ കാണുന്ന പ്രപഞ്ചം, അതുപോലെ തന്നെ ഈ കാണുന്ന കാര്യങ്ങളെല്ലാം അതിന് ഒരു റബ്ബുണ്ട് എന്നുള്ളത് നിങ്ങൾ മനസ്സിലാക്കുന്നില്ല, അങ്ങനെ ഒരു റബ്ബില്ലേ എന്ന് ചോദിക്കുകയാണ്. അങ്ങനെയുള്ള റബ്ബിൻ്റെ സിഫത്ത് എന്താണ്? ഹക്കീമുൻ അലീമുൻ വാഹിദുൻ മുതഫർരിദു. ഹക്കീമുൻ അലീമുൻ വാഹിദുൻ മുതഫർരിദു. അവൻ ഹക്കീമാണ്, അലീമാണ്, വാഹിദാണ്, മുതഫർരിദാണ്. ഇത് നാലും അള്ളാഹുവിൻ്റെ വിശേഷണമാണ്. നോക്കൂ സഹോദരങ്ങളെ, ഈ കാണുന്നതിനൊക്കെ അഥവാ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്ന ഈ കാര്യങ്ങളൊക്കെ മുൻ ഉദാഹരണമില്ലാതെ റബ്ബ് സുബ്ഹാനഹു വ തആല പടച്ചതാണ്. ഈ കാണുന്ന കാര്യങ്ങൾ ഓരോന്നും അതറിയിക്കുന്നത് അങ്ങനെ ഒരു റബ്ബുണ്ട് എന്നുള്ളതാണ്. ആലോചിച്ച് നോക്കുക, സ്വേച്ഛാധിപതിയായ ഏറ്റവും ദുഷ്ടനായ ഒരു രാജാവ് ചരിത്രങ്ങൾ നമുക്കറിയാം, ജീവിച്ച് മരിച്ചിരുന്നു. ആരാണ്? ഫിർഔൻ. അവൻ മൂസ അലൈഹിസ്സലാത്തു വസ്സലാമിനോടും ഹാറൂൻ അലൈഹിസ്സലാത്തു വസ്സലാമിനോടും ചോദിക്കുന്ന ഒരു ചോദ്യമുണ്ട്, ഫമൻ റബ്ബുകുമാ യാ മൂസ, ഫമൻ റബ്ബുകുമാ യാ മൂസ. അല്ലയോ മൂസ, നിങ്ങൾ ഈ പറയുന്നുണ്ടല്ലോ ഞാനല്ല റബ്ബ്, നിങ്ങൾ പറയുന്നു മറ്റൊരു റബ്ബ് നിങ്ങൾക്കുണ്ട്. ഈ കാണുന്ന പ്രപഞ്ചം പടച്ചത് ഞാനല്ല എന്നല്ലേ നിങ്ങളുടെ വാദം. ഈ ഒഴുകിക്കൊണ്ടിരിക്കുന്ന നദി അത് ഞാനല്ല പടച്ചത് എന്നല്ലേ നിങ്ങളുടെ വാദം. ഫമൻ റബ്ബുകുമാ യാ മൂസ, അല്ലയോ മൂസ നിങ്ങളുടെ റബ്ബ് ആരാണ് എന്ന ചോദ്യത്തിന് നിങ്ങൾ ആലോചിച്ച് നോക്കണം. മൂസ അലൈഹിസ്സലാത്തു വസ്സലാം, അതാണ് തൗഹീദിൻ്റെ ആ ഒരു ധൈര്യം. ആരാണ് ഫിർഔൻ? അവൻ പറഞ്ഞാൽ ആളുകൾ കൊല്ലാനും അതുപോലെ തന്നെ ഏത് കാര്യം ചെയ്യാനും അവൻ്റെ ആളുകൾ അവനോടൊപ്പമുണ്ട്. മൂസ അലൈഹിസ്സലാത്തു വസ്സലാം തലകുനിച്ചോ? ഇല്ല. എന്താണ് പറഞ്ഞത്? റബ്ബുനല്ലദീ യഅതാ കുല്ല ശൈഇൻ ഖൽഖഹ് സുമ്മ ഹദാ. എൻ്റെ റബ്ബ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നമ്മുടെ റബ്ബ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാ സൃഷ്ടികൾക്കും അതിൻ്റെ സൃഷ്ടിപ്പ് നൽകുകയും എന്നിട്ട് വെറുതെ വിട്ടോ? ഇല്ല. സുമ്മ ഹദാ,
അതിന് കാര്യങ്ങളൊക്കെ കൃത്യമായി വ്യക്തമായി പറഞ്ഞു കൊടുക്കുകയും ചെയ്തു. നോക്കൂ സഹോദരങ്ങളെ, ഈ ഒരായത്തിനെ വിശദീകരിച്ചുകൊണ്ട് മഹാനായ പണ്ഡിതൻ ഷെയ്ഖ് അബ്ദുൽ അസീസ് റൈസ് ഹഫിളഹുല്ലാ അദ്ദേഹം പറഞ്ഞതായി കാണാം. എന്താണ് സുമ്മ ഹദ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ? നിങ്ങൾ ആലോചിച്ച് നോക്കിയിട്ടുണ്ടോ? ഒരു ചെറിയ കുട്ടി, ആ കുട്ടിക്ക് എങ്ങനെയാണ് മനസ്സിലാകുന്നത് തൻ്റെ ഉമ്മയുടെ മാറിടത്തിൽ അവിടെ നിന്നും ഊറ്റി കുടിച്ചു കഴിഞ്ഞാൽ പാല് ലഭിക്കുമെന്ന് ആരാണ് പഠിപ്പിച്ചത്? ആരാണ് ആ കുട്ടിക്ക് പറഞ്ഞു കൊടുത്തത്? അതുപോലെ തന്നെ ഒരു ശബ്ദം അത് വെറുതെ ഉണ്ടാവുകയില്ല എന്നുള്ളത്, ഇതൊക്കെ സഹോദരങ്ങളെ ഒരു കേവല ബുദ്ധിയാണ്. ഇതൊക്കെ വെറുതെ ഉണ്ടാകുമോ? ഈ പറയുന്ന കാര്യത, ഈ മേശ, അതല്ല എങ്കിൽ ഈ കാണുന്ന കാര്യങ്ങളൊക്കെ വെറുതെ ഉണ്ടാകുമെന്ന് പറയുന്നത് ശുദ്ധ എന്താണ് പറയുക, വിഡ്ഢിത്തമല്ലേ? ആലോചിച്ച് നോക്കൂ സഹോദരങ്ങൾ, അതിനേക്കാൾ വലിയ വലിയ സൃഷ്ടിപ്പാണ് ആകാശം, ഭൂമി, അതുപോലെ തന്നെ കടലിനെ പറ്റി ചിന്തിച്ചു നോക്കിയിട്ടുണ്ടോ? എങ്ങനെയാണ് സഹോദരങ്ങളെ അതിനൊരു മതിലോ വേർതിരിവോ ഒന്നുമില്ലാതെ ഒരു സ്ഥലം എത്തിക്കഴിഞ്ഞാൽ ആ വെള്ളം പിടിച്ചു വെക്കപ്പെടുന്നത്? എങ്ങനെയാണത്? നമ്മൾ ആലോചിച്ച് നോക്കണം. പല സ്ഥലങ്ങളിലും ഡാമും അതുപോലുള്ള കാര്യങ്ങളും എന്ത് ചെയ്യാണ്, വെക്കുകയാണ്. പക്ഷെ കടലിനെ പറ്റി ചിന്തിച്ചു നോക്കൂ, അതിന് പ്രത്യേകം ഒരു മതിലോ അതുപോലെയുള്ള കാര്യങ്ങളോ ഉണ്ടോ? ആലോചിച്ച് നോക്കണം. അതുപോലെ തന്നെ നമ്മൾ നടക്കുന്നതായ ഭൂമി, അതിൽ നമ്മൾ നടക്കുമ്പോൾ നമ്മയും കൊണ്ട് ആ ഭൂമി ആഴങ്ങളിലേക്ക് പോകുന്നില്ല. നേരെ നിങ്ങൾ ഒരു വടിയെടുക്കുക, ആ വടിയൊന്ന് ആ ഭൂമിയിലേക്ക് ഒന്ന് കുത്തിക്കഴിഞ്ഞാൽ ആ ഭൂമി അതിലേക്ക് കുഴി വരികയാണ്. സുബ്ഹാനല്ലാഹ്. ഇതൊക്കെ സഹോദരങ്ങളെ റബ്ബിന്റെ വലിയ ദൃഷ്ടാന്തങ്ങളാണ്. അതിനാൽ ശൈഖ് ചോദിക്കുകയാണ്, അങ്ങനെയുള്ള ഈ ഭൂമിക്ക് ഒരു നിയന്താവ് ഇല്ലാതെ എങ്ങനെയാണ് കാര്യങ്ങൾ മുന്നോട്ടേക്ക് പോകുന്നത്? അത് നമുക്ക് ചിന്തിക്കാൻ പോലും പറ്റാത്ത കാര്യമാണ്. എന്നിട്ട് സഹോദരങ്ങളെ ഷെയ്ഖ് പറഞ്ഞതിന്റെ വിശദീകരണമായി ഷെയ്ഖ് സുലൈമാൻ റുഹൈലി ഹഫിളഹുല്ലാ അദ്ദേഹം പറയുകയാണ്, ഇങ്ങനെ ഒരു റബ്ബ് ഉണ്ടാവുക എന്നുള്ളത് അനിവാര്യമാണ്. ആ റബ്ബ് ഏകനാണ്. മുദബ്ബിർ, അത് റബ്ബ് സുബ്ഹാനഹു വ തആല മാത്രമാണ്. ഷെയ്ഖ് പറയുകയാണ്, അങ്ങനെ ഈ പ്രപഞ്ചത്തിന് ധാരാളം ഇലാഹുകൾ റബ്ബ് ഉണ്ട് എങ്കിൽ ഒരിക്കലും വ്യവസ്ഥാപിതമായി ഈ രൂപത്തിൽ പ്രപഞ്ചങ്ങളിലെ കാര്യങ്ങൾ മുന്നോട്ടേക്ക് പോവുകയില്ല. ആലോചിച്ച് നോക്കുക, വളരെ കൃത്യമായിട്ടാണ് ഇവിടെ കാര്യങ്ങൾ മുന്നോട്ടേക്ക് പോകുന്നത്. രാവിലെ നമ്മൾ കഴിഞ്ഞ ദർസിൽ സൂചിപ്പിച്ചിരുന്നു, രാവിലെ അതിൻ്റെ സമയത്ത് കൃത്യമായി രാവിലെ ആകുന്നുണ്ട്. അതുപോലെ തന്നെ സൂര്യൻ അസ്തമിക്കുന്നതും സൂര്യൻ ഉദിക്കുന്നതുമെല്ലാം കൃത്യമായ വ്യവസ്ഥയോടുകൂടിയാണ്. ഒരിക്കലും നമുക്കറിയില്ല ഉച്ചക്ക് സൂര്യൻ അസ്തമിക്കുന്നതായിട്ട്. അതുപോലെ തന്നെ സഹോദരങ്ങളെ, സൂര്യൻ ഉദിക്കുന്നത് വൈകുന്നേരങ്ങളിലാകുന്നില്ല. ഇതൊക്കെ കൃത്യമായി വ്യവസ്ഥാപിതമായാണ് കാര്യങ്ങൾ മുന്നോട്ട് പോകുന്നത്. അതുകൊണ്ട് സഹോദരങ്ങളെ, ഇതൊക്കെ നിയന്ത്രിക്കുന്നതും ഈ കാര്യങ്ങളൊക്കെ പടക്കുന്നതും അവൻ ഏകൻ മാത്രമാണ്, അവൻ ഹക്കീമുമാണ്. അതാണ് ഷെയ്ഖ് റഹിമഹുല്ലാ അവിടെ പറഞ്ഞത് ചില വിശേഷണങ്ങൾ. ആലോചിച്ച് നോക്കൂ സഹോദരങ്ങളെ, ഭൂമുഖത്തുള്ള ഓരോ കാര്യങ്ങളും അതിൻ്റെതായ സ്ഥാനത്ത് നിൽക്കുന്നതിൽ റബ്ബ് സുബ്ഹാനഹു വ തആലയുടെ വ്യക്തമായ യുക്തിയുണ്ട്. അതുപോലെ തന്നെ അവൻ അലീമുമാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല ഖുർആനിലൂടെ പറഞ്ഞില്ലേ, വ അന്നല്ലാഹ ഖദ് അഹാത ബികുല്ലി ഷൈഇൻ ഇൽമാ. എന്താണ് അല്ലാഹു പറയുന്നത്? ഏത് വസ്തുവേയും ചൂഴ്ന്നറിയുന്നവനാകുന്നു റബ്ബ് സുബ്ഹാനഹു വ തആല എന്ന് അല്ലാഹു നമുക്ക് അറിയിച്ചു തരികയാണ്. അഥവാ സഹോദരങ്ങളെ, അവൻ എല്ലാ കാര്യങ്ങളും ഏതൊക്കെ വസ്തുക്കളെ ഇവിടെ പടച്ചിട്ടുണ്ടോ അതിനെക്കുറിച്ച് അറിയുന്നവനുമാണ്. അതിനുശേഷം ഷെയ്ഖ് പറയുകയാണ്, റബ്ബ് സുബ്ഹാനഹു വ തആല വാഹിദുൻ മുതഫർരിദുൻ, അവൻ ഏകനാണ് എന്നുള്ളത്. കാരണം സഹോദരങ്ങളെ സൂചിപ്പിച്ചതുപോലെ മറ്റ് ഇലാഹുകൾ കൂടി ഈ കാര്യങ്ങളിൽ, ലോകത്തുള്ള കാര്യങ്ങൾ നിയന്ത്രിക്കാൻ ഉണ്ടാകുമായിരുന്നുവെങ്കിൽ കാര്യങ്ങൾ മുന്നോട്ടേക്ക് പോവുകയില്ല. അത് പരസ്പരം ഓരോ ആളുകളും തോന്നിയതുപോലെ ചെയ്തു കഴിഞ്ഞാൽ പല പ്രപഞ്ചങ്ങളും അതുപോലെ തന്നെ നക്ഷത്രങ്ങളും മറ്റും കൂട്ടിയെടുക്കുകയും ദുനിയാവിൽ പല മുസീബത്തുകൾ ഉണ്ടാവുകയും ചെയ്യും. അതിനാൽ തന്നെ ഈ കാര്യങ്ങൾ ചെയ്യുന്നവൻ അവൻ വാഹിദ്, ഏകൻ മാത്രമാണ് എന്ന് ഷെയ്ഖ് പറയുകയാണ്. ഇവിടെ ചോദ്യ രൂപത്തിലാണ് ചോദിച്ചത്, ഇങ്ങനെയുള്ള റബ്ബ് ഏകനല്ലേ? എന്നിട്ട് ഷെയ്ഖ് തുടർന്ന് പറയുകയാണ്, ബലാ അലൈസ എന്ന് ചോദിച്ചിട്ട് പിന്നീട് പറയുകയാണ്, ബലാ അതെ, വല്ലദീ ബിൽ ഹഖി അത്ഖന സുൻഉഹ. എന്താണ്? ഈ പടച്ച കാര്യങ്ങൾക്കൊക്കെ കൃത്യമായ രൂപത്തിൽ സൃഷ്ടിപ്പ് നൽകുകയും
അവൻ തന്നെ സത്യം. വഔദഅഹൽ അസ്റാറു ലില്ലാഹി തശ്ഹദു, അതുപോലെ തന്നെ ഓരോ സൃഷ്ടികളെയും അല്ലാഹു സുബ്ഹാനഹു വ തആല സാക്ഷിയാക്കി വെക്കുകയും ചെയ്തത് അത് സത്യമാണ് എന്ന് ഷേഖ് പറയുകയാണ്. നോക്കൂ സഹോദരങ്ങളെ, ഈ കാണുന്ന എല്ലാ പ്രപഞ്ചത്തിലെ കാര്യങ്ങൾക്കും ഒരു സൃഷ്ടാവുണ്ട് എന്നുള്ളത് സ്ഥിരപ്പെടുത്തുകയാണ് ഷേഖ് റഹിമഹുല്ലാ. ഇവിടെ ഷേഖ് എന്താണ് പറഞ്ഞത്? ബല വല്ലദി, ഇവിടെ സത്യം ചെയ്തുകൊണ്ടാണ് ഷേഖ് കാര്യം പറയുന്നത്. ഒരു കാര്യം സത്യപ്പെടുത്തിക്കൊണ്ടാണ് പറയുന്നത്. ഷെയ്ഖ് സുലൈമാൻ റുഹൈലി ഹഫിളഹുല്ലാ അദ്ദേഹം പറഞ്ഞതായി കാണാം. ഈ ദർസിന്റെ വിശദീകരണത്തിൽ അദ്ദേഹത്തിന്റെ അടുക്കൽ ചില ആളുകൾ വന്നുകൊണ്ട് ചോദിച്ചു, പോലും ഷെയ്ഖ്, നിങ്ങളുടെ ദർസിൽ അങ്ങ് ധാരാളമായി വല്ലാഹി വല്ലാഹി എന്ന് വർദ്ധിപ്പിക്കുന്നുണ്ടല്ലോ, ഇങ്ങനെ വർദ്ധിപ്പിക്കുന്ന കാര്യം പാടുണ്ടോ എന്നുള്ളത് ഷെയ്ഖിനോട് ചോദിക്കുകയാണ്. വളരെ മനോഹരമായി ഷെയ്ഖ് എന്ത് ചെയ്യാണ് ഉത്തരം പറയുന്നത്. ഇത് സമാനമായ ചോദ്യം ഒരാൾ എന്നോട് ചോദിച്ചിരുന്നു. എനിക്കൊന്നും പറയാൻ പറ്റില്ല, ഇൽമിൻ്റെ കുറവുകൊണ്ടാണ്. ഷെയ്ഖ് പറയുകയാണെന്ത്, അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ അവിടുന്ന് ഉറപ്പായ കാര്യങ്ങൾ വരുമ്പോൾ എന്ത് പറയാറുണ്ട്? വല്ലാഹി, അല്ലെങ്കിൽ വല്ലദി നഫ്സു മുഹമ്മദിൻ ബിയദിഹി എന്ന് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയും സത്യം ചെയ്ത് പറയാറുണ്ട്. എന്നിട്ട് ഷെയ്ഖ് പറയാണ് അത് സുന്നത്താണ്. ഉറപ്പായ കാര്യം, ഉദാഹരണത്തിന് പറയുകയാണെങ്കിൽ ഖിയാമത്ത് നാൾ സംഭവിക്കുക തന്നെ ചെയ്യും, വല്ലാഹി സുമ്മത്തല്ലാഹ് എന്ന് പറയാം, അത് ഉറപ്പായ കാര്യമാണ്. അതുപോലെ തന്നെ വല്ലാഹി അള്ളാഹുവിൻ്റെ റസൂലാണ് മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം എന്ന് പറയാം, അത് സുന്നത്താണ് എന്നുള്ളത് ഷെയ്ഖ് പറയാണ്. സാന്ദർഭികമായി പറഞ്ഞു എന്ന് മാത്രം. പറഞ്ഞു വന്നത് സഹോദരങ്ങളെ, അത്ഖന എന്ന് പറഞ്ഞാൽ ഒരു ന്യൂനതയുമില്ലാതെ, ഒരു പൂർത്തീകരണത്തിൻ്റെ ആവശ്യവുമില്ലാതെ പടച്ചവൻ എന്നർത്ഥം. ഓരോ കാര്യങ്ങളും എടുത്തു നോക്കുക. സൂചിപ്പിച്ചതുപോലെ ആകാശം, അതിലൊരു വിടവിനെ കാണുന്നില്ല. അതുപോലെ തന്നെയാണ് ഏത് കാര്യങ്ങളും, ദുനിയാവിലുള്ള ഏത് കാര്യങ്ങളും റബ്ബ് പടച്ചതായ ഓരോ കാര്യങ്ങളും എടുത്തു നോക്കിക്കഴിഞ്ഞാൽ ഇൻഷാ അല്ലാഹ് മനുഷ്യരുടെ കാര്യം വരുന്നുണ്ട്, അതിനുശേഷം വരുന്നുണ്ട്. ഷെയ്ഖ് ഇവിടെ ഓരോ സൃഷ്ടിപ്പിനെ പറ്റിയുമാണ് പറയുന്നത്. സുബ്ഹാനല്ലാഹ്, നമുക്കിത് പഠിക്കാൻ സാധിച്ചു എന്നുള്ളത് റബ്ബിൻ്റെ വലിയ തൗഫീഖാണ്. ഈ ഒരു കവിത പഠിക്കാൻ നമുക്ക് സാധിച്ചു എന്നുള്ളത് റബ്ബിൻ്റെ തൗഫീഖാണ്. അൽഹംദുലില്ലാ. ഷെയ്ഖിൻ്റെ ഓരോ വരികളും നിങ്ങളോട് നസീഹത്തായിട്ട് പറയാനുള്ളത്, നിങ്ങൾ അറബി ഭാഷ പഠിക്കണം. എനിക്ക് ഭാഷയിൽ പരിമിതിയുണ്ട്, അതിനാൽ തന്നെ നിങ്ങൾക്ക് എത്രത്തോളം മനസ്സിലാകുന്നുണ്ട് എന്നുള്ളത് വേറൊരു കാര്യമാണ്. പക്ഷേ അറബി പഠിച്ചുകൊണ്ട് ഷെയ്ഖിൻ്റെ ഈ ഒരു ദർസ് അല്ലെങ്കിൽ ഈ ഒരു കവിത അത് പഠിക്കാൻ പറ്റുക എന്നുള്ള വലിയ തൗഫീഖാണ്. ഇത്രയും മനോഹരമായിട്ടാണ് ഷെയ്ഖ് റഹിമഹുല്ലാ കവിത രചിച്ചിരിക്കുന്നത്. അങ്ങനെ സഹോദരങ്ങളെ, ഷെയ്ഖ് പറയുകയാണ്, ഒരു ന്യൂനതയുമില്ലാതെ, ഒരു പൂർത്തീകരണത്തിൻ്റെ ആവശ്യവുമില്ലാതെ പടച്ചവൻ അവനാണ് അള്ളാഹു സുബ്ഹാനഹു വ തആല. അതിനുശേഷമുള്ള വരി ഷെയ്ഖ് പറയുകയാണ്, ഈ റബ്ബ് പടച്ച ഓരോ കാര്യങ്ങളും നാളെ റബ്ബിന് സാക്ഷ്യം വഹിക്കും. റബ്ബ് പടച്ച ഓരോ കാര്യങ്ങളും റബ്ബിനെ സാക്ഷ്യം വഹിക്കും എന്നുള്ളതാണ്. കാരണം എന്താണ് നമുക്കറിയാം, ഭൂമുഖത്തുള്ള ഓരോ കാര്യങ്ങളും റബ്ബിനെ തസ്ബീഹ് ചെയ്തുകൊണ്ടേയിരിക്കുന്നുണ്ട്. റബ്ബിനെ തസ്ബീഹ് ചെയ്തുകൊണ്ടേയിരിക്കുന്നുണ്ട്. നാളെ റബ്ബ് സുബ്ഹാനഹു വ തആല അവൻ മാത്രമാണ് ആരാധനക്കർഹനെന്ന് ഈ ഭൂമുഖത്തുള്ളതെല്ലാം സാക്ഷ്യം വഹിക്കും എന്നുള്ളത് ഷെയ്ഖ് റഹിമഹുല്ലാ പറയുകയാണ്. നമ്മൾ തൊട്ട് മുൻപേയുള്ള ദർസുകളിൽ അത് വിശദീകരിച്ചിരുന്നു. അതിനുശേഷം ഷെയ്ഖ് റഹിമഹുല്ലാ അവിടുന്ന് പറയുകയാണ്, വഫിൽ അർളി ആയാത്തുൽ ലിമൻ കാന മൂഖിന. വഫിൽ അർള്, ഭൂമിയിൽ ആയാത്തുൻ, ദൃഷ്ടാന്തങ്ങളുണ്ട്. എങ്ങനെയുള്ള ആളുകൾക്കാണ് സഹോദരങ്ങളെ ആ ദൃഷ്ടാന്തങ്ങളെ പറ്റി ചിന്തിക്കാൻ പറ്റുക? ലിമൻ കാന മൂഖിനൻ, ദൃഢവിശ്വാസത്തോടുകൂടി സലീമായ കൽബോടുകൂടി ഒരുവൻ ഭൂമുഖത്തുള്ള ദൃഷ്ടാന്തങ്ങളെ പറ്റി ചിന്തിച്ചു കഴിഞ്ഞാൽ അവന് ധാരാളം ദൃഷ്ടാന്തങ്ങളുണ്ട്. വമാ തൻഫഉൽ ആയാതു മൻ കാന യജ്ഹദു. വമാ തൻഫഉൽ ആയാത്ത്, ഈ ദൃഷ്ടാന്തങ്ങളൊന്നും ഉപകാരപ്പെടുകയില്ല. ആർക്ക്? മൻ കാന യജ്ഹദു, ജാഹിദീങ്ങൾക്ക്, ഇതിനെയൊക്കെ നിഷേധിക്കുന്നവർക്ക് ഒരിക്കലും ഈ ആയാത്തുകളിൽ അവർക്ക് ദൃഷ്ടാന്തം അല്ലെങ്കിൽ ഉപകാരപ്പെടുകയില്ല എന്ന് ഷെയ്ഖ് റഹിമഹുല്ലാ പറയുകയാണ്. അഥവാ സഹോദരങ്ങളെ, നമ്മൾ ജീവിക്കുന്നതായ ഈ ഭൂമി, അതിൽ ധാരാളം ദൃഷ്ടാന്തങ്ങളുണ്ട്. നമുക്കറിയാം ഖുർആനിലെ ആയത്ത് സൂറത്തു ദാരിയാത്തിൽ റബ്ബ് സുബ്ഹാനഹു വ തആല പറഞ്ഞു, വഫിൽ അർളി ആയാത്തുൽ ലിൽ മൂഖിനീൻ. ഖുർആൻ ആയത്താണ്. വഫിൽ അർളി ആയാത്തുൽ ലിൽ മൂഖിനീൻ, ഭൂമിയിൽ വ്യക്തമായ ദൃഷ്ടാന്തങ്ങളുണ്ട്. ലിൽ മൂഖിനീൻ, യഥാവണ്ണം ചിന്തിക്കുന്ന ആളുകൾക്ക്, യഥാവിധി ചിന്തിച്ചു മനസ്സിലാക്കുന്നവർക്ക്
ധാരാളം ദൃഷ്ടാന്തങ്ങൾ ഭൂമിയിൽ തന്നെയുണ്ട്. അതിനെപ്പറ്റി ചിന്തിച്ചു കഴിഞ്ഞാൽ സഹോദരങ്ങളെ, അവന് ദൃഢവിശ്വാസമുണ്ടാകും റബ്ബ് സുബ്ഹാനഹു വ തആല ഉണ്ട് എന്നത്. ഭൂമിയിലെ ഓരോ ദൃഷ്ടാന്തങ്ങളെ പറ്റി ചിന്തിച്ചു കഴിഞ്ഞാലും അള്ളാഹു നമ്മോട് പറഞ്ഞില്ലേ, ഭൂമിയെ അവൻ സൃഷ്ടിച്ചു, അതിൽ മലകളെയും നാട്ടി. ഈ പർവ്വതങ്ങൾ, മലകൾ സഹോദരങ്ങളെ ഓരോ നാട്ടിലും വ്യത്യസ്തമാണ്. ഓരോ നാടുകളിലും മലകൾ, ജിബാൽ, മലകൾ അത് വ്യത്യസ്തമാണ്. ചില നാടുകളിൽ ധാരാളം മലകൾ കാണാം, ചില നാടുകളിൽ ധാരാളം മലകൾ കാണാം. എന്നാൽ മറ്റ് ചില നാടുകളിലാകട്ടെ ഒരു മിതമായ രൂപത്തിലായിരിക്കും മലകൾ. മറ്റു ചില നാടുകളിലോ മലകൾ തന്നെ ഉണ്ടാവുകയില്ല. ചില നാടുകളിൽ മലകൾ തന്നെ ഉണ്ടാവുകയില്ല. അതുമാത്രമല്ല, ചില നാടുകളിലുള്ള മലകൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വലിയ വലിയ മലകളാണ്. ഉദാഹരണത്തിന് പറയുകയാണെങ്കിൽ സൗദി, അവിടെ പോയി കഴിഞ്ഞാൽ വലിയ വലിയ മലകളാണ് നമുക്ക് കാണാൻ സാധിക്കുക. എന്നാൽ മറ്റ് ചില നാടുകളിലോ വളരെ ചെറിയ മലകൾ. ഇതൊക്കെ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്ന യാഥാർത്ഥ്യമാണ്. നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം സഹോദരങ്ങളെ, ഈ രൂപത്തിൽ മലകൾ ഉണ്ടാകുന്നതിൽ അതിന് പിന്നിൽ വരെ വലിയ വലിയ ഹിക്മത്തുകൾ ഉണ്ട് എന്നുള്ളതാണ്. അതിനു പിന്നിൽ വരെ വലിയ വലിയ ഹിക്മത്തുകൾ ഉണ്ട് എന്നുള്ളതാണ്. അതുപോലെ തന്നെയാണ് സഹോദരങ്ങളെ, ചില നാടുകളിൽ നദികൾ അത് ധാരാളമായി നമുക്ക് കാണാൻ സാധിക്കും. ചില നാടുകളിലോ നദികൾ ഇല്ല തന്നെ. മറ്റു ചില നാടുകളിൽ മിതപരമായ അല്ലെങ്കിൽ മിതമായ രൂപത്തിൽ നദികൾ കാണാൻ സാധിക്കും. ഇതിൻ്റെയൊക്കെ സഹോദരങ്ങളെ പിന്നിലുള്ള യുക്തി അത് വളരെ മഹത്തരമായതാണ്, വളരെ മഹത്തരമായതാണ് ഇതിന് പിന്നിലുള്ള യുക്തി. ഇനി പറയുന്ന കാര്യങ്ങൾ സഹോദരങ്ങളെ ഷെയ്ഖ് സുലൈമാൻ റുഹൈലി ഹഫിളഹുല്ലാ അദ്ദേഹം വിശദീകരിച്ച വളരെ മനോഹരമായ ഉദാഹരണം, നമുക്ക് ചിന്തിക്കാൻ വളരെ എളുപ്പത്തിൽ മനസ്സിലാക്കാൻ പറ്റുന്ന കാര്യമാണ്. അവിടുന്ന് പറയുകയാണ്, ചില നാടുകളിൽ എന്തുണ്ടാകും, ചില തോട്ടങ്ങൾ ഉണ്ടാകും, ചില തോട്ടങ്ങൾ ഉണ്ടാകും. ആ ഭൂമി ഒരൊറ്റ ഭൂമി തന്നെയാണ്. ഉദാഹരണത്തിന് നമ്മൾ ഈ നാട് തന്നെ എടുക്കുക. ഇവിടെ എന്താണ്, ഒരു തോട്ടമുണ്ട്, അത് ഒരു ഭൂമി തന്നെയാണ്. ആ ഭൂമിയിൽ നമ്മൾ നനക്കാൻ ഉപയോഗിക്കുന്ന വെള്ളം ഒരൊറ്റ വെള്ളം തന്നെയാണ്. ഒരൊറ്റ വെള്ളം തന്നെയാണ് നമ്മൾ അവിടെ നടുന്ന ചെടികൾക്ക് ഒഴിച്ചു കൊടുക്കുന്നത്. പക്ഷെ സഹോദരങ്ങളെ, അതിൻ്റെ ഫലങ്ങൾ അത് വ്യത്യസ്ത തരത്തിലാണ് വരുന്നത്. സുബ്ഹാനല്ലാഹ്, ആലോചിച്ച് നോക്കുക. നമ്മൾ ഏത് ചെടി നട്ടു കഴിഞ്ഞാലും നമ്മൾ കൊടുക്കുന്ന വെള്ളം അതൊരൊറ്റ വെള്ളമാണ്. പക്ഷേ അതിൽ നിന്ന് കായ്ക്കുന്ന കനികൾ അത് വ്യത്യസ്തമാണ്. അതിനേറ്റവും വലിയ ഉദാഹരണമാണ് ഈത്തപ്പഴം. അതിൻ്റെ മരം എടുത്തു നോക്കിക്കഴിഞ്ഞാൽ എല്ലാം ഒരൊറ്റ മരം തന്നെയാണ്. പക്ഷെ അതിൽ നിന്ന് വരുന്ന ഈത്തപ്പഴങ്ങളോ വ്യത്യസ്തമാണ്. ഇതെങ്ങനെ സഹോദരങ്ങളെ തനിയെ ഉണ്ടാകുമെന്ന് പറയാൻ പറ്റുക? അത്രയും ജാഹിദീങ്ങൾക്കല്ലാതെ ഈ രൂപത്തിൽ സംസാരിക്കാൻ സാധിക്കുകയില്ല. അതുപോലെ തന്നെ സഹോദരങ്ങളെ, ഇനി ഒരു തോട്ടമുണ്ട്, അതിൻ്റെ തൊട്ടപ്പുറത്ത് വേറൊരു തോട്ടമുണ്ട്. ഇനി ഈ തോട്ടത്തിൽ നിന്ന് ലഭിക്കുന്ന ഈത്തപ്പഴം വളരെ സ്വാദുള്ളതായിരിക്കും. അതിന് തൊട്ടപ്പുറത്ത് ലഭിക്കുന്നതോ ചിലപ്പോൾ കയ്പുള്ളതായിരിക്കും. സുബ്ഹാനല്ലാഹ്, ഈ രൂപത്തിൽ എങ്ങനെയാണ് കാര്യങ്ങൾ മാറി മറിയുന്നത്? എങ്ങനെയാണ് ഈ രൂപത്തിൽ കാര്യങ്ങൾ ആകെ മാറി മറിയുന്നത് എന്നുള്ളതാണ്. ഇതൊക്കെ സഹോദരങ്ങളെ നമുക്ക് അറിയിച്ചു തരുന്നത് റബ്ബുണ്ട് എന്നുള്ളത് തന്നെയാണ്. പക്ഷെ ആളുകൾ ചിന്തിച്ചു മനസ്സിലാക്കുന്നില്ല എന്നതാണ് ഖേദകരമായ കാര്യം. ഇനി സഹോദരങ്ങളെ, ഓരോ നാട്ടിലെയും ഭൂമി, അവർ താമസിക്കുന്നതായ ഭൂമി, അവർ ജീവിക്കുന്നതായ ഭൂമി, അവർക്ക് എങ്ങനെയാണോ ജീവിക്കാൻ സാധിക്കുന്നത് ആ രൂപത്തിലാണ് നിശ്ചയിച്ചു കൊടുത്തിട്ടുള്ളത് ഓരോ നാട്ടിലുള്ള ആളുകളും. ഇനിയിപ്പോൾ നമുക്ക് ഈത്തപ്പഴത്തിൻ്റെ ഉദാഹരണം തന്നെ നമുക്ക് എടുത്തു നോക്കാം. നമ്മൾ ആ ഈത്തപ്പഴ മരം ഈ നാട്ടിൽ നട്ട് കഴിഞ്ഞാൽ നമുക്ക് ഈത്തപ്പഴം ലഭിക്കുമോ? ഒരിക്കലും ലഭിക്കില്ല. ഒരിക്കലും അത് ലഭിക്കുകയില്ല. ഇതിൻ്റെ പിന്നിലുള്ള കാര്യങ്ങൾ നമ്മൾ ചിന്തിച്ചു കഴിഞ്ഞാൽ എന്തുകൊണ്ടത് നടക്കുന്നില്ല? എന്താണ് അതിനുള്ള കാരണം? വഫിൽ അർളി ആയാത്തുൽ ലിൽ മൂഖിനീൻ. ഷെയ്ഖ് റഹിമഹുല്ലാ, ഇബ്നുൽ ഖയ്യിം റഹിമഹുല്ലാ ഒക്കെ പറഞ്ഞതായി കാണാം. ഇനി ചില നാടുകളിൽ ചില കാര്യങ്ങൾ ഉണ്ടാകും. ഇപ്പോൾ ഉദാഹരണത്തിന് ഷെയ്ഖ് പറയുന്നത് തേനാണ്. ചില നാടുകളിലുള്ള തേൻ, ആ തേൻ എങ്ങനെയാണ് എല്ലാ നാട്ടിലും ലഭിക്കുക? എങ്ങനെയാണ് തേൻ ലഭിക്കുക? തേനീച്ചയിൽ നിന്നാണ്. ഏത് നാട്ടിലായാലും തേനീച്ചയിൽ നിന്നാണ് നമുക്ക് തേൻ ലഭിക്കുക. പക്ഷേ ഒരു നാട്ടിൽ നിന്ന് ലഭിച്ച തേൻ, ഉദാഹരണത്തിന് നമുക്ക് അന്യ നാടുകളിൽ നിന്ന്, സൗദി പോലുള്ള അല്ലെങ്കിൽ യമൻ പോലുള്ള നാടുകളിൽ നിന്ന് തേൻ ലഭിച്ചു.
ആ തേനിനെ നമ്മൾ നാട്ടിലേക്ക് കൊണ്ടുവന്നാൽ ഒരുപക്ഷെ ആ തേൻ കട്ടപിടിക്കും, അത് കട്ടപിടിച്ച അവസ്ഥയിലാകും. അത് ആ നാട്ടുകാർക്ക് അവിടെ ഉപയോഗിക്കുന്ന രൂപത്തിൽ നമുക്ക് എന്ത് ചെയ്യാൻ സാധിക്കുകയില്ല. നമ്മുടെ നാടുകളിലേക്ക് കൊണ്ടുവന്ന് കഴിഞ്ഞാൽ അതിനെ യഥാർത്ഥ രൂപത്തിൽ നമുക്ക് ഉപയോഗിക്കാൻ സാധിക്കുകയില്ല. സുബ്ഹാനല്ലാഹ്, ഇങ്ങനെ ഓരോ കാര്യങ്ങളും നമ്മൾ ചിന്തിച്ചു കഴിഞ്ഞാൽ എന്താണ്, നമുക്ക് റബ്ബുണ്ട് എന്നുള്ളത് പരിപൂർണമായി മനസ്സിലാകും. ഷേഖ് പിന്നീടും പറയുന്നുണ്ട്, അഥവാ ഓരോ നാട്ടിലുള്ള ആളുകൾക്കും അതിന് ഭൂമിക്ക് നിറം കൊടുത്തത് പോലും ഇപ്പോൾ ഷേഖ് പറയാണ്, ഷേഖ് സുലൈമാൻ റുഹൈലി അത് പഠനം കണ്ടുപിടിച്ചതാണത്രേ. ഓരോ നാട്ടിലും ഭൂമിക്കുള്ള നിറം പോലും ആ നാട്ടിലുള്ള ആളുകൾക്ക് അനുയോജ്യമായ രൂപത്തിലാണ് കൊടുത്തത് എന്നുള്ളത് പഠനങ്ങൾ പറയുന്നുണ്ട് എന്നുള്ളതാണ് ഷേഖ് പറയുന്നത്. അല്ലാഹു അലം. ഇനി സഹോദരങ്ങളെ, നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം, ഷേഖ് പറയുന്നത്, തൊട്ടു ശേഷം പറയുന്നത്, ഇതിനെ നിഷേധിക്കുന്നവൻ അവനൊരിക്കലും ഈ രൂപത്തിൽ കാര്യങ്ങൾ ഗ്രഹിച്ച് മനസ്സിലാക്കാൻ സാധിക്കുകയില്ല എന്നുള്ളതാണ്. അവിടെ യജ്ഹദു എന്നാണ് പറഞ്ഞത്. രണ്ട് രൂപത്തിലാണ് കാര്യങ്ങൾ നിഷേധിക്കുക. ഒന്നെങ്കിൽ പരിപൂർണമായി തിരിഞ്ഞു കളഞ്ഞവൻ, പരിപൂർണമായി ഇതുപോലെയുള്ള ദൃഷ്ടാന്തങ്ങളിൽ നിന്നും തിരിഞ്ഞു കളഞ്ഞവൻ. രണ്ടാമത്തേതോ സഹോദരങ്ങളെ, ശിർക്ക് എന്ന മഹാപാപം ജീവിതത്തിൽ കടത്തിക്കൂട്ടിയവൻ, അവനും ഇങ്ങനെയുള്ള കാര്യങ്ങൾ അത് ഉപകാരപ്പെടുകയില്ല. ആലോചിച്ച് നോക്കുക സഹോദരങ്ങളെ, ഭൂമുഖത്തിൽ വെച്ച് ഏറ്റവും നല്ല രൂപത്തിൽ ഇസ്ലാമിലേക്ക് ക്ഷണിച്ച വ്യക്തി ആരാണ്? അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം. അവിടുത്തെ വായിൽ നിന്ന് ഇതാ അള്ളാഹുവിൻ്റെ വചനങ്ങൾ ശ്രദ്ധിച്ച് കേട്ട ആളുകൾ, അറബികൾ, ഭാഷയിൽ അത്രയും നൈപുണ്യമുള്ള ആളുകൾ, അത്രയും കഴിവുള്ള ആളുകൾ, കവിതയുടെ ആളുകൾ. പക്ഷേ ഈ ഖുർആനിൻ്റെ മഹാത്ഭുതം, ആ ആയത്തുകളുടെ മനോഹാരിതയും ഒന്നും അവർക്ക് മനസ്സിലാക്കാൻ സാധിച്ചിട്ടില്ല. എന്താണ് അവർക്കുള്ള കാരണം? അവർ ശിർക്ക് എന്ന മഹാപാപം അവരുടെ ജീവിതത്തിൽ കടത്തിക്കൂട്ടി എന്നുള്ളതാണ്. ഷേഖ് സുലൈമാൻ റുഹൈലി ഹഫിളഹുല്ലാഹ് അദ്ദേഹം ഒരു ഉദാഹരണം പറഞ്ഞതായി കാണാം. പല ശാസ്ത്രജ്ഞന്മാരും, അതുപോലെ ബഹിരാകാശപരമായ കാര്യങ്ങൾ പഠിച്ച ആളുകൾ, അതുപോലെ തന്നെ ഭൂമിശാസ്ത്രം പഠിച്ച ആളുകൾ, അതിൻ്റെ ഉലമാക്കൾ അഥവാ ഏറ്റവും വലിയ ആലിമീങ്ങൾ എന്ന് പറയുന്ന ആളുകൾ പോലും അള്ളാഹുവിൽ വിശ്വസിക്കുന്നവരായി കാണാൻ സാധിക്കില്ല. അതിൻ്റെ സൂക്ഷ്മമായ ഓരോ കാര്യങ്ങളും മാറുന്നതിനെ പറ്റിയും അതിനെപ്പറ്റിയൊക്കെ പഠിക്കുന്ന ആളുകൾ പോലും അവർക്ക് എന്ത് ചെയ്യാൻ സാധിക്കുന്നില്ല, അള്ളാഹുവിൽ വിശ്വസിക്കാൻ സാധിക്കുന്നില്ല. അതാണ് ഷെയ്ഖ് ഇവിടെ പറഞ്ഞത്, ഒമൻ കാന യജ്ഹദു. ഇങ്ങനെ നിഷേധിച്ച് തള്ളുന്ന ആളുകൾക്ക് ഈ ആയാത്ത് കണ്ടു കഴിഞ്ഞാലും അത് സ്വീകരിക്കാൻ സാധിക്കുകയില്ല, അവരുടെ ഹൃദയം ഷിർക്കിൽ ആയതുകൊണ്ട്. ഷെയ്ഖ് സുലൈമാൻ റുഹൈലി ഹഫിളഹുല്ലാഹ് അദ്ദേഹം ഒരു ഉദാഹരണം പറഞ്ഞതായി കാണാം. ഷെയ്ഖ് മറ്റൊരു രാജ്യത്ത് പഠനാവശ്യത്തിന് വേണ്ടി പോയി. അവിടെയുള്ള കൂടുതൽ ആളുകളും ബുദ്ധമതത്തിലുള്ള ആളുകളാണത്രേ. അവിടെ മുസ്ലിമീങ്ങളുമുണ്ട്. അതുകൊണ്ടാണ് ഷെയ്ഖ് അങ്ങോട്ടേക്ക് പോയത്. അങ്ങനെ സഹോദരങ്ങളെ, അവരുടെ കൂട്ടത്തിൽ ഭൂമിശാസ്ത്രത്തിൽ വളരെയധികം കഴിവുള്ള ആളുകൾ, ആ ജാമ്യയിൽ തന്നെ ഉള്ളതാണ്, കഴിവുള്ള ആളുകൾ. അവർ ഷെയ്ഖ് പറയാണ്, റഅയ്തു ബിഐനൈ, ഞാൻ എൻ്റെ രണ്ട് കണ്ണുകൊണ്ടും കണ്ടതാണ്. ആ വലിയ പണ്ഡിതന്മാർ വലിയൊരു പാത്രത്തിൽ കുറച്ച് ആപ്പിളും അതുപോലെ തന്നെ ഒരു ഗ്ലാസ്സിൽ വെള്ളവും ഒരു വിഗ്രഹത്തിൻ്റെ മുന്നിൽ കൊണ്ടുവെക്കുകയാണ്. ആരാണ് വെക്കുന്നത്? ഭൂമികൾ എങ്ങനെയാണ്, അല്ലെങ്കിൽ ഭൂമിയെപ്പറ്റി അങ്ങേയറ്റം പഠിച്ച ആളുകൾ, എങ്ങനെയാണ് അതിൻ്റെ സ്ഥാനം മാറുന്നത്, എങ്ങനെയാണ് കാര്യങ്ങൾ നടക്കുന്നത് എന്ന് അറിഞ്ഞ ആളുകൾ എന്താണ് ചെയ്യുന്നത്? ഒരു വിഗ്രഹത്തിന് മുൻപിൽ ആപ്പിളും അതുപോലെ തന്നെ വെള്ളവും കൊണ്ടുവെക്കുകയാണ്. എന്നിട്ട് ഷെയ്ഖ് പറയുകയാണ്, പിറ്റേ ദിവസം അല്ലെങ്കിൽ വൈകുന്നേരം അവരെന്ത് ചെയ്യും? ആ പാത്രവും വെള്ളവും തിരിച്ചു കൊണ്ടുപോവുകയാണ്. അതിൽ നിന്ന് അവർ എടുത്ത് തിരിച്ചു കൊണ്ടുപോകണം. ഷെയ്ഖ് പറഞ്ഞു, ഞാൻ അത്ഭുതപ്പെട്ടു പോയി. കാരണം ഇത്രയും ഭൂമിയുടെ സൂക്ഷ്മതമായ കാര്യങ്ങളൊക്കെ പഠിച്ചു മനസ്സിലാക്കിയ, ദൃഷ്ടാന്തങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്ന ആളുകൾ എങ്ങനെയാണ് ഈ ഒരു അവസ്ഥയിലേക്ക് എത്തിയത് എന്നുള്ളത്, എങ്ങനെയാണ് ഈ ഒരു അവസ്ഥയിലേക്ക് എത്തിയത് എന്ന കാര്യം ആലോചിച്ച് ഞാൻ അത്ഭുതപ്പെട്ടു പോയി എന്ന് ഷെയ്ഖ് സുലൈമാൻ റുഹൈലി ഹഫിളഹുല്ലാഹ് പറയാണ്. രാവിലെ കൊണ്ടുവച്ച സാധനം പിന്നീട് തിരിച്ചെടുക്കുമ്പോൾ അതേ അവസ്ഥയിൽ തന്നെയാണുള്ളത്. അതിനെന്തില്ല, ഒരു മാറ്റവും സംഭവിക്കുന്നില്ല, അതിന് ഒരു മാറ്റവും സംഭവിക്കുന്നില്ല. അതാണ് ഷെയ്ഖ് പറയുന്നത്. എന്നിട്ട് പറയാണ്, ഒന്നാമത്തെ കാര്യം, ഇത് 3 കാര്യങ്ങൾ ഷെയ്ഖ് പറയുന്നുണ്ട്, വളരെ മനോഹരമായതാണ്. ഒന്നാമത്തെ കാര്യം, ഒരാപ്പിളും വെള്ളവും ആവശ്യമുള്ളവൻ എങ്ങനെയാണ് ദൈവമാവുക? ഷെയ്ഖിൻ്റെ ചോദ്യമാണ്. ഒന്നാമത്തെ കാര്യം എന്താണ്?
ആപ്പിളും വെള്ളവും ആവശ്യമുള്ളവൻ എങ്ങനെയാണ് ദൈവമാവുക? രണ്ടാമത്തേത്, ആ ആപ്പിളിൽ നിന്നും വെള്ളത്തിൽ നിന്നും ആ ദൈവം എന്ന് പറയുന്നയാൾക്ക് ഒന്നും എടുക്കാൻ സാധിക്കുന്നില്ല. അങ്ങനെയുള്ളവൻ എങ്ങനെയാണ് റബ്ബാവുക? അവർ കൊണ്ടുവച്ച അവർ തിരിച്ചെടുക്കുമ്പോൾ അതിൽ നിന്നൊന്നും കുറയുന്നില്ല. അങ്ങനെ അത് എടുക്കാൻ പോലും സാധിക്കാത്ത ഒരാൾ എങ്ങനെയാണ് ദൈവമാകുക, ഇലാഹാവുക? മൂന്നാമത്തെ കാര്യം ഷെയ്ഖ് പറയുന്നത്, അവർ കൊണ്ടുവച്ച സാധനങ്ങളിൽ ഒരു ഈച്ചയോ അല്ലെങ്കിൽ എന്തെങ്കിലും മൃഗങ്ങൾ വന്നുകൊണ്ട് അത് തട്ടിയെടുത്തു കഴിഞ്ഞാൽ അത് തിരിച്ചെടുക്കാൻ പോലും കഴിയാത്ത ഒരാൾ എങ്ങനെയാണ് ഇലാഹാവുക എന്നുള്ളതാണ് ഷെയ്ഖിൻ്റെ ചോദ്യം. ഇതൊക്കെ ഉണ്ടായിട്ടും അവർ അതിനെ തന്നെ എന്ത് ചെയ്യാണ്? ആരാധിക്കുകയാണ്. ഷെയ്ഖ് സുലൈമാൻ റുഹൈലി ഹഫിളഹുല്ലാ അവിടുന്ന് പറയുകയാണ്, അഥവാ സഹോദരങ്ങളെ, ഈ പറഞ്ഞതിൻ്റെ അർത്ഥം സലീമായ ഹൃദയം, റബ്ബിനെ മാത്രം ഇബാദത്ത് ചെയ്യുന്ന, ഹക്ക് സ്വീകരിക്കണമെന്ന് അതിയായ ആഗ്രഹമുള്ള ആളുകൾ അവർ ഈ കാര്യങ്ങൾ ഗ്രഹിച്ച് മനസ്സിലാക്കും. അതല്ലാതെ ഈ രൂപത്തിൽ ശിർക്ക് കൂട്ടിക്കലർത്തിയാൽ റബ്ബ് സുബ്ഹാനഹു വ തആല തല തിരിച്ച് കളയുക തന്നെ ചെയ്യും. എന്താണ് ഉദാഹരണം? നിങ്ങൾ ആലോചിച്ച് നോക്കൂ സഹോദരങ്ങളെ. സുബ്ഹാനല്ലാഹ്, മനുഷ്യന്മാരുടെ അല്ലെങ്കിൽ ലിംഗത്തിനെ വരെ ആരാധിക്കുന്ന ആളുകളുണ്ട്. സുബ്ഹാനല്ലാഹ്, ആലോചിച്ച് നോക്കണം. മനുഷ്യന്മാർ പുരോഗതിയുടെ ഏറ്റവും ടോപ്പ് ലെവലിൽ എത്തി എന്ന് പറയുന്ന ഈ കാലഘട്ടത്തിൽ പോലും എന്ത് ചെയ്യാണ്? ആളുകൾ മറച്ച് നടക്കുന്ന കാര്യത്തിന് ഇബാദത്ത് ചെയ്യുകയാണ്. ആലോചിച്ച് നോക്കണം. നമുക്ക് ലഭിച്ച ഈ ഒരു ഹിദായത്ത് എന്ന അനുഗ്രഹം സഹോദരങ്ങളെ ഒരിക്കലും ചെറുതായി കാണാൻ സാധിക്കുകയില്ല. നിങ്ങൾ ആലോചിച്ച് നോക്കണം. റബ്ബ് നമുക്ക് ഇസ്സത്ത് നൽകി. ഉമർ റളിയല്ലാഹു അൻഹു പറഞ്ഞതുപോലെ, നഹ്നു ഖൗമുൻ അഅസ്സനല്ലാഹു ബിൽ ഇസ്ലാം, നമ്മളൊരു സമുദായമായിരുന്നു, സമാനമായ സമുദായം. നമ്മൾ ചത്ത മയ്യത്തിനെ ഭക്ഷിച്ചിരുന്നവരായിരുന്നു. അതുപോലെ തന്നെ നമുക്ക് ഒന്നിനും ആരാധിക്കാൻ പറ്റിയിരുന്നില്ലെങ്കിൽ എന്താണോ നമുക്ക് ലഭിക്കുന്നത് അതിനെ വിളിച്ച് പ്രാർത്ഥിച്ചവരായിരുന്നു നമ്മൾ. അങ്ങനെ ഉണ്ടായിരുന്ന ഒരു സമുദായമായിരുന്നു നമ്മൾ. അഅസ്സനല്ലാഹു ബിൽ ഇസ്ലാം, ഇസ്ലാമിനെ കൊണ്ടാണ് റബ്ബ് നമുക്ക് ഇസ്സത്ത് നൽകിയത്. ആരെങ്കിലും ഇസ്ലാമല്ലാത്ത മറ്റേതെങ്കിലും മതവും ആയി ഇസ്സത്ത് കണ്ടെത്താൻ പോയി കഴിഞ്ഞാൽ അതല്ലനല്ലാഹ്, അള്ളാഹു നിന്ദിക്കുക തന്നെ ചെയ്യും. സദഖ റളിയല്ലാഹു അൻഹു, അവിടുന്ന് പറഞ്ഞ വാക്ക് സത്യമല്ലേ? നമ്മൾ കാണുന്നില്ല സഹോദരങ്ങളെ, റളിയല്ലാഹു അൻഹു. അതുകൊണ്ട് സഹോദരങ്ങളെ, അള്ളാഹുവിൻ്റെ ഔദാര്യം അതുകൊണ്ട് മാത്രമാണ് നമുക്ക് ഹിദായത്ത് ലഭിച്ചത്. നമ്മുടെ പദവി കൊണ്ടോ നമ്മുടെ ബുദ്ധി കൊണ്ടോ നമ്മുടെ സമ്പത്ത് കൊണ്ടോ നമുക്ക് ലഭിച്ചതല്ല, മറിച്ച് അള്ളാഹുവിൻ്റെ ഔദാര്യം അതൊന്നുകൊണ്ട് മാത്രമാണ്. റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം ഖന്തഖ് യുദ്ധത്തിന്റെ വേളയിൽ അവിടുന്ന് പാടിയ കവിത നമുക്കറിയില്ലേ? ലൗലല്ലാഹു മഹ്തദൈനാ വലാ സുംനാ വലാ സല്ലൈനാ. അള്ളാഹുവാണ്, അവിടുന്ന് പട്ടിണിയിലാണ്, നമുക്കറിയാം ചരിത്രം. ആ സന്ദർഭത്തിൽ പോലും റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ ആലോചിക്കുന്നത് റബ്ബ് നൽകിയ ഹിദായത്തിനെ പറ്റിയാണ്. അവിടുന്ന് പറയുകയാണ്, അള്ളാഹു ഇല്ലായിരുന്നെങ്കിൽ നമുക്ക് നോമ്പ് നോൽക്കാനോ നിസ്കരിക്കാനോ സ്വതക്ക നൽകാനോ സാധിക്കുമായിരുന്നില്ല എന്ന് റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറയുകയാണ്. അതുകൊണ്ട് സഹോദരങ്ങളെ, ഈ ഒരു അനുഗ്രഹത്തിന്, നമുക്ക് ലഭിച്ച ഹിദായത്ത് എന്ന അനുഗ്രഹത്തിന് റബ്ബിനോട് ശുക്ർ കാണിച്ചു കൊണ്ടേയിരിക്കുക. എങ്ങനെയാണ് സഹോദരങ്ങളെ നമുക്ക് നന്ദി കാണിക്കാൻ സാധിക്കുക? നമ്മുടെ തൗഹീദിനെ ഉറപ്പിച്ചു കൊണ്ടേയിരിക്കുക. അതാണ് നമുക്ക് ലഭിച്ച ഹിദായത്തിനോടുള്ള ഒന്നാമത്തെ ബാധ്യത. തൗഹീദ് ആവർത്തിച്ച് പഠിക്കുക. നിങ്ങൾ ആലോചിച്ച് നോക്കണം. ഷെയ്ഖ് ഇബ്നു ബാസ് റഹിമഹുല്ലാ, അദ്ദേഹം സഊദിയിൽ കിതാബു തൗഹീദ് എത്ര തവണ പഠിപ്പിച്ചു? 70-ൽ പരം തവണ. ആലോചിച്ച് നോക്കണം. നമ്മൾ ആലോചിച്ച് നോക്കണം. അവിടെയുള്ള ആളുകളുടെ ഉപ്പയുടെ ഉപ്പ ഇങ്ങനെ പരമ്പര എടുത്തു നോക്കിക്കഴിഞ്ഞാൽ മുഴുവനായിട്ട് മുസ്ലിമീങ്ങളായിരിക്കും. അവരുടെ കൊച്ചു കുട്ടികളോട് സംസാരിച്ചാൽ വരെ തൗഹീദ് മാത്രമാണ് വായിൽ നിന്ന് വരിക. ഒരു കഥ നമ്മുടെ സഹോദരൻ പറഞ്ഞിരുന്നു. അതായത് ഒരു കുട്ടി, ആ കുട്ടിയുടെ ഉപ്പയാണ് നമ്മുടെ സഹോദരൻ്റെ അർബാബ്, കഫീൽ. പെട്ടെന്നൊരു ദിവസം പറയുകയാണ്, നാളെ മുതൽ പണിക്ക് വരേണ്ടതില്ല എന്ന രൂപത്തിൽ പറഞ്ഞപ്പോൾ ഇവർ പോയി എന്ത് ചെയ്തു? ഈ കുട്ടിയോട് പറയാണ്, കണ്ടില്ലേ, ദൂരനാട്ടിൽ നിന്ന് വന്നതാണ്, പാവം ജോലിയില്ല, ഇനി എങ്ങനെ പണവും കാര്യങ്ങളൊക്കെ എങ്ങനെ മുന്നോട്ട് പോകും എന്ന് കുട്ടിയോട് ഈ സഹോദരൻ പറഞ്ഞു. നമ്മളാണ് എന്താ പറയുക, ഞാൻ ഉപ്പാനോട് സംസാരിച്ചു നോക്കട്ടെ എന്ന രൂപത്തിൽ പറയാം. അതിൽ തെറ്റില്ല. പക്ഷെ ആ കുട്ടി കൊടുത്ത മറുപടി സുബ്ഹാനല്ലാഹ് എന്താണ്? എന്നെയും നിന്നെയും ഉപ്പയെയും പഠിച്ചത് റബ്ബാണ്, ആ റബ്ബ് റിസ്ക് നൽകിക്കോളും. സുബ്ഹാനല്ലാഹ്, കുട്ടി പറഞ്ഞ വാക്കാണിത്. എന്നെയും നിന്നെയും എൻ്റെ ഉപ്പയും പഠിച്ചതാരാണ്? റബ്ബാണ്, ആ റബ്ബ് റിസ്ക് നൽകിക്കോളും എന്ന് ചെറിയ കുട്ടി പറഞ്ഞു എന്നുള്ളതാണ്. പറഞ്ഞു വന്നത് സഹോദരങ്ങളെ,
ആ നാടുകളിൽ തൗഹീദ് ആവർത്തിച്ച് പഠിപ്പിക്കപ്പെടുകയാണ്. നമ്മുടെ ഷെയ്ഖ് അബ്ദുൽ മുഹ്സിൻ അബ്ബാദ് അൽ ബദർ ഹഫിളഹുല്ലാ ഇപ്പോൾ രോഗാവസ്ഥയിലാണ്. അദ്ദേഹത്തിന് രോഗത്തിന് ചെറിയൊരു ശമനം ലഭിച്ചപ്പോൾ അദ്ദേഹം വീണ്ടും തുടങ്ങുകയാണ് എന്ത്? കിതാബ് തൗഹീദ്. 2 വർഷം മുന്നേ ആയിരുന്നു. ആ സമയത്ത് ഷെയ്ഖ് തുടങ്ങിയ കിതാബ് ഏതാണ്? കിതാബ് തൗഹീദ്. ചില ആളുകൾ സിയാറത്തിന് വന്നപ്പോൾ പറഞ്ഞു എന്നാണ്, ഈ ഷെയ്ഖ് ഇതെത്ര കാലമായി തൗഹീദ് 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 എന്നെ പറഞ്ഞുകൊണ്ടിരിക്കുന്നു എന്ന് പറയുകയാണ്. ഈ കാര്യം ഷെയ്ഖിൻ്റെ ചെവിയിലേക്ക് ചില ആളുകൾ എത്തിച്ചപ്പോൾ ഷെയ്ഖ് പറഞ്ഞ കാര്യം ഇതാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത്. ആളുകൾ ഈ രൂപത്തിൽ പറയണം, അല്ലെങ്കിൽ തൗഹീദ് മനസ്സിലാക്കണം, അതാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത് എന്നതാണ്. അതുകൊണ്ട് സഹോദരങ്ങളെ, പറഞ്ഞു വന്ന കാര്യം, നമ്മൾ ഈ കേരളത്തിൽ ജീവിക്കുന്ന ആളുകൾ, പ്രത്യേകിച്ച് നമ്മളുടെ അവസ്ഥ നമുക്കറിയാം. കോഴിക്കോട് ജീവിച്ച ആളാണത്രേ ലോകം ഭരിക്കുന്നത് അല്ലെങ്കിൽ ലോകം നിയന്ത്രിക്കുന്നത് എന്ന് പറയുന്ന നാട്ടിൽ നമ്മൾ തൗഹീദ് എത്ര തവണ പഠിക്കണം? തൗഹീദിൻ്റെ നാട്ടിൽ എത്ര തവണ അവിടെ തൗഹീദ് പഠിപ്പിച്ചു? അങ്ങനെയെങ്കിൽ നമ്മുടെ ഈ നാട്ടിൽ, കേരളം എന്ന് പറയുന്ന സ്ഥലത്ത് നമ്മുടെ മേൽ ബാധ്യത എത്ര തവണ നമ്മൾ തൗഹീദ് പഠിക്കണം സഹോദരങ്ങളെ. അതിനാൽ നമുക്ക് ലഭിച്ച ഈ ഹിദായത്ത് അത് നമ്മൾ മുറുകെ പിടിക്കുക, അത് പഠിച്ചുകൊണ്ടേയിരിക്കുക. അത് മാത്രമല്ല സഹോദരങ്ങളെ, ആരാധനയിൽ മുഴുകുക. ഇതാണ് ഹിദായത്തിനോടുള്ള, അല്ലെങ്കിൽ ഹിദായത്ത് ലഭിച്ചതിനോടുള്ള നന്ദി എന്നുള്ളത്. ഒരാൾ ആരാധനയിൽ മുഴുകിക്കഴിഞ്ഞാൽ അള്ളാഹു അവൻ്റെ കാലുകളെ ഉറപ്പിച്ചു നിർത്തും. അതുപോലെ തന്നെ പിന്നീട് അതിനുശേഷം ജനങ്ങളെ ഈ ഹിദായത്തിലേക്ക് ക്ഷണിക്കുക. റബ്ബ് സുബ്ഹാനഹു വ തആല നമുക്ക് എല്ലാവർക്കും തൗഫീക്ക് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അതിനുശേഷം ഷെയ്ഖ് റഹിമഹുല്ലാ അടുത്ത വരിയായി പറയുകയാണ്, വഫിൻ നഫ്സി ആയാത്തുൻ വഫീഹ അജായിബു. നമ്മുടെ സ്വന്തത്തിൽ തന്നെ, നമ്മുടെ ശരീരത്തിൽ തന്നെ ധാരാളം ദൃഷ്ടാന്തങ്ങളുണ്ട്. വഫീഹ അജായിബു, അത്ഭുതകരമായ കാര്യങ്ങൾ നമ്മുടെ ശരീരത്തിൽ തന്നെയുണ്ട്. ബിഹാ യുഅറഫുല്ലാഹുൽ അലീമു വയുഅബദു. ആ നമ്മുടെ ശരീരത്തിലുള്ള ദൃഷ്ടാന്തങ്ങൾ കൊണ്ട് നമുക്ക് റബ്ബിനെ മനസ്സിലാക്കാൻ സാധിക്കും. വയുഅബദ്, അവൻ ആരാധിക്കപ്പെടുകയും ചെയ്യും. ഇതാണ് സഹോദരങ്ങളെ പണ്ഡിതന്മാർ പറയാറുള്ളത് ആയാത്തുൻ നഫ്സിയ. ആയാത്തുൻ നഫ്സിയ, നമ്മുടെ ശരീരത്തിലുള്ള ദൃഷ്ടാന്തങ്ങൾക്ക് പൊതുവെ ഉലമാക്കൾ പറയുന്ന പേരാണ് ആയാത്തുൻ നഫ്സിയ. റബ്ബ് സുബ്ഹാനഹു വ തആല സൂറത്തു ദാരിയാത്തിൽ തന്നെ പറഞ്ഞതുപോലെ വഫി അൻഫുസികും അഫല തുബ്സിറൂൻ, നിങ്ങളുടെ ശരീരത്തിൽ തന്നെ, നിങ്ങളിൽ തന്നെ ധാരാളം ദൃഷ്ടാന്തങ്ങളുണ്ട്. അഫല തുബ്സിറൂൻ, നിങ്ങൾ ചിന്തിച്ച് മനസ്സിലാക്കുന്നില്ലേ എന്ന് റബ്ബ് സുബ്ഹാനഹു വ തആല നമ്മളോട് പറഞ്ഞതുപോലെ സഹോദരങ്ങളെ, നമ്മുടെ ശരീരത്തിൽ നോക്കിയാൽ തന്നെ ധാരാളം ദൃഷ്ടാന്തങ്ങൾ നമുക്ക് കാണാൻ സാധിക്കും. അള്ളാഹുവിൻ്റെ സൃഷ്ടിപ്പിനെ പറ്റി നമ്മളൊന്ന് ആലോചിച്ച് നോക്കുക. നമ്മളെ പടക്കപ്പെട്ടത് ഏറ്റവും മഹത്തരമായ രൂപത്തിലാണ്. ഒരു കാര്യം പോലും അതിൻ്റേതല്ലാത്ത സ്ഥാനത്ത് റബ്ബ് സുബ്ഹാനഹു വ തആല വെച്ചിട്ടില്ല. നമ്മൾ ആലോചിച്ച് നോക്കുക, എല്ലാവരുടെയും സൃഷ്ടിപ്പ് എങ്ങനെയാണ്? ഒരേ രൂപത്തിലാണ്. നമുക്കറിയോ ഏതെങ്കിലും ഒരു വ്യക്തി അവരുടെ മൂക്ക് പിറകു ഭാഗത്തായിട്ട്? ഇല്ല. എല്ലാ ആളുകളുടെയും മൂക്ക് അത് വായക്ക് തൊട്ട് മുകളിലാണ്. എന്താണ് ഉലമാക്കൾ പറഞ്ഞതായി കാണാം. എന്താണ് അങ്ങനെ കൊടുക്കാനുള്ള കാരണം? നമ്മൾ ഭക്ഷണം കഴിക്കുമ്പോൾ നമ്മൾ കഴിക്കുന്ന ഭക്ഷണം അത് മോശമാണോ അതല്ല നല്ലതാണോ എന്ന് നമുക്ക് മണത്ത് നോക്കിയാൽ മനസ്സിലാകും. അത് നമ്മുടെ വായക്ക് തൊട്ട് മുകളിൽ കൊടുത്തു. അത് വായക്ക് തൊട്ട് മുകളിൽ കൊടുത്തു. അതുപോലെ തന്നെ സഹോദരങ്ങളെ, കണ്ണ്, പക്ഷെ അത് വരുന്നുണ്ട്. നമ്മുടെ ശരീരത്തിൽ ഏറ്റവും ദുർബലമായ അവയവം എന്ന് വേണമെങ്കിൽ നമുക്ക് എന്തിനെ പറ്റി പറയാം? കണ്ണിനെ പറ്റി പറയാം. അത് നമ്മുടെ കൈക്ക് ഉള്ളിലാണെങ്കിലോ? ആലോചിച്ച് നോക്കിയിട്ടുണ്ടോ? നമ്മൾ വീഴുകയാണെങ്കിൽ ആദ്യം വെക്കുന്ന അവയവം ഏതാണ്? നമ്മുടെ കൈയാണ്. ആ കൈ നമ്മൾ കുത്തിക്കഴിഞ്ഞാൽ നമ്മുടെ കണ്ണ് കേടാകും. അതിനാൽ തന്നെ റബ്ബ് സുബ്ഹാനഹു വ തആല നമ്മുടെ അവയവത്തിലെ ഏറ്റവും മുകൾ ഭാഗത്താണ് എന്ത് ചെയ്തിട്ടുള്ളത്? കണ്ണിനെ വെച്ചിട്ടുള്ളത്. നമ്മുടെ ശരീരത്തിലെ മുഖത്തിൽ തന്നെ മുഖത്തിൽ ഏറ്റവും മുകൾ ഭാഗത്തിലാണ് നമുക്ക് റബ്ബ് സുബ്ഹാനഹു വ തആല കണ്ണിനെ നിശ്ചയിച്ച് തന്നിട്ടുള്ളത്. അതുപോലെ തന്നെ ആ കണ്ണുകൾ അതിലേക്ക് പ്രയാസങ്ങൾ വരാതിരിക്കാൻ പല കാര്യങ്ങളും വെച്ച് സംരക്ഷിക്കുകയാണ്. അടുത്ത ഭാഗമാണ് സുബ്ഹാനല്ലാഹ് ഷെയ്ഖ് സുലൈമാൻ റുഹൈലി ഹഫിളഹുല്ലാഹ് അദ്ദേഹം പറഞ്ഞത്, അതിന് മുകളിൽ നമുക്ക് കൺപോള നൽകി, അല്ലേ? ഓരോ ആളുകൾക്കും കൺപോള നൽകി. ഷെയ്ഖ് പറയാണ്, അതാവട്ടെ നമ്മുടെ അനുമതി പ്രകാരമല്ലാതെ പൂട്ടുകയും തുറക്കുകയും ചെയ്യുകയാണ്. സുബ്ഹാനല്ലാഹ്, അതെന്താണ് അങ്ങനെ പറയാനുള്ള കാരണം? അത് മനുഷ്യന്റെ അനുമതി പ്രകാരമാണ് അടക്കുകയും പൂട്ടുകയും ചെയ്യുന്നതെങ്കിൽ ധാരാളം പ്രയാസങ്ങൾ അവന്റെ കണ്ണിലേക്ക് വന്നു വീഴും എന്നുള്ളതാണ്.
الله أكبر. പറഞ്ഞു വന്നത് സഹോദരങ്ങളെ, കൺപോളയെ പറ്റിയാണ്. അത് നമ്മുടെ അനുമതി പ്രകാരം പോലുമല്ല പൂട്ടുകയും അടക്കുകയും ചെയ്യുന്നത്. നമുക്ക് പറ്റുമെങ്കിലും നമുക്ക് നമ്മുടെ അനുമതി പ്രകാരം, പക്ഷെ ഒരു സമയം വരെ സാധിക്കുകയുള്ളൂ. ഒരു സമയം വരെ നമുക്കതിന് സാധിക്കുകയുള്ളൂ. അതിന് കാരണമായി പറയപ്പെട്ടത്, നമ്മുടെ അടുക്കലാണ് അതിൻ്റെ കാര്യങ്ങൾ ഏൽപ്പിക്കപ്പെട്ടത് എങ്കിൽ നമ്മുടെ കണ്ണിന് പല പ്രയാസങ്ങളും സംഭവിക്കുമെന്നുള്ളതാണ്. നോക്കൂ സഹോദരങ്ങളെ, ഇങ്ങനെയുള്ള ദുർബലനായ ഒരു മനുഷ്യൻ എങ്ങനെയാണ് അഹങ്കരിക്കാൻ സാധിക്കുക എന്നുള്ളതാണ്. നമ്മുടെ ശരീരത്തിലെ പല കാര്യങ്ങളും ചിന്തിച്ചു നോക്കുക. പല കാര്യങ്ങളും നമുക്ക് നമ്മുടെ അനുമതി പ്രകാരം ചെയ്യാൻ സാധിക്കുകയില്ല. പല കാര്യങ്ങളും ചിന്തിച്ചു നോക്കുക. അങ്ങനെയുള്ള ഒരു മനുഷ്യൻ എങ്ങനെയാണ് അഹങ്കരിക്കാൻ സാധിക്കുക? ഞാൻ എന്ന് തന്നെ എങ്ങനെയാണ് പറയാൻ സാധിക്കുക? തിരിച്ച് നിരീശ്വരവാദികളെ പോലെയുള്ള ആളുകൾ ചിന്തിക്കട്ടെ. അവരെ പോലെയുള്ള ആളുകൾ ഇങ്ങനെയുള്ള കാര്യങ്ങൾ ചിന്തിച്ചാൽ തന്നെ അവരുടെ ദുർബലത എന്താണ് എന്നുള്ളത് മനസ്സിലാകും. റബ്ബ് സുബ്ഹാനഹു വ തആല ഖുർആനിലൂടെ പറഞ്ഞ കാര്യമാണ്, വഖുലിഖൽ ഇൻസാനു ദഈഫ. മനുഷ്യരെ പടക്കപ്പെട്ടത് തന്നെ ഏറ്റവും ദുർബലരായിട്ടാണ് എന്നുള്ളത് നമുക്ക് കാണാൻ സാധിക്കും. എന്നിട്ട് ഷെയ്ഖ് പറയുന്നതായി കാണാം, കണ്ണ് മാത്രമാണ് റബ്ബ് സുബ്ഹാനഹു വ തആല നമ്മളോട് ഉറ്റാലോചിക്കാൻ പറഞ്ഞതെങ്കിൽ അത് തന്നെ മതിയായതാണ്. കണ്ണിനെ പറ്റി തന്നെയുള്ള ആലോചന, അതല്ലെങ്കിൽ അതിനെപ്പറ്റി ഉറ്റാലോചിക്കുക എന്നുള്ളത് തന്നെ നമുക്ക് മതിയായ കാര്യമാണ്. പക്ഷേ സഹോദരങ്ങളെ, അത് മാത്രമാണോ ചിന്തിക്കാനുള്ളത്? പല അവയവങ്ങൾ മറ്റുമുണ്ട്. ഷെയ്ഖ് പറഞ്ഞ മറ്റൊരു കാര്യം നിങ്ങൾ ആലോചിക്കുക. നമ്മുടെ ഈ അവയവം എന്ന് പറയുന്നത് വളരെ ചെറുതാണ്, വളരെ ചെറിയൊരു അവയവമാണ്. പക്ഷേ ഈ ചെറിയ അവയവം കൊണ്ടാണ് നമ്മൾ ഈ കാണുന്ന ഭൂമുഖത്തുള്ള എല്ലാ കാര്യങ്ങളെയും ദർശിക്കുന്നത്. വലിയ വലിയ മലകൾ, വലിയ വലിയ കാര്യങ്ങൾ നമ്മൾ ദർശിക്കുന്നത് നമ്മുടെ ഈ ചെറിയ അവയവം വെച്ചിട്ടാണ് എന്ന് ഷെയ്ഖ് സുലൈമാൻ റുഹൈലി ഹഫിളഹുല്ലാ അവിടുന്ന് പറയുകയാണ്. അതുപോലെ തന്നെ സഹോദരങ്ങളെ, നമ്മുടെ ശരീരത്തിൽ നടക്കുന്ന രക്തവുമായി ബന്ധപ്പെട്ട കാര്യം, നമ്മുടെ ചീത്ത രക്തം അത് മാറ്റിക്കൊണ്ടിരിക്കുന്ന കിഡ്നി സംബന്ധമായ കാര്യം, അതിനെപ്പറ്റി ഷെയ്ഖ് പറയുകയാണ്. ഇനി അതിന് വല്ലതും സംഭവിച്ചു കഴിഞ്ഞാൽ നമ്മൾ എത്ര പണം മുടക്കിയിട്ടാണ് ഡയാലിസിസ് പോലുള്ള കാര്യങ്ങൾ ചെയ്യുന്നത്. സുബ്ഹാനല്ലാഹ്. ഇതിനെപ്പറ്റിയൊക്കെ നമ്മൾ ചിന്തിച്ചു കഴിഞ്ഞാൽ നമുക്ക് യഥാർത്ഥത്തിൽ മനസ്സിലാക്കാൻ സാധിക്കും റബ്ബ് സുബ്ഹാനഹു വ തആല അവനുണ്ട് എന്നുള്ളത്. ഷെയ്ഖ് ഉദാഹരണമായിട്ട് പറയുന്നുണ്ട്. ഒരാളോട് പറയാണ്, ഒരു രാജാവിനോട് പറയപ്പെട്ടു എന്നുള്ളതാണ്, ധാരാളം ദിവസം നീ ദാഹിച്ചു, ആ ദാഹം അകറ്റാൻ നിന്റെ നിസ്ഫുൽ മുൽക്ക്, നിന്റെ ആധിപത്യത്തിൽ നിന്ന് പകുതി നീ കൊടുക്കുമോ എന്ന് ചോദിച്ചപ്പോൾ അയാൾ പറഞ്ഞത് ഞാൻ കൊടുക്കും. കാരണം ദാഹം വന്നാൽ നമുക്കറിയാം അതിൻ്റെ പ്രയാസം. ആലോചിച്ച് നോക്കൂ സഹോദരങ്ങൾ, നമ്മുടെ റബ്ബ് നമ്മിൽ നിന്ന് എന്തെങ്കിലും ഉദ്ദേശിക്കുന്നുണ്ടോ? നമുക്ക് ഈ നൽകിയ അനുഗ്രഹങ്ങൾക്ക് മുകളിൽ അനുഗ്രഹങ്ങൾ നൽകിയിട്ട് റബ്ബ് നമ്മിൽ നിന്ന് എന്താണ് ഉദ്ദേശിക്കുന്നത്? അവനെ മാത്രമേ ഇബാദത്ത് ചെയ്യുക. എന്തുകൊണ്ടാണ് സഹോദരങ്ങൾ ശിർക്ക് ഏറ്റവും വലിയ പാപമായത്? ആലോചിച്ച് നോക്കിയിട്ടുണ്ടോ? എന്തുകൊണ്ടാണ് ശിർക്ക് ഏറ്റവും വലിയ പാപമായത്? മറ്റുള്ള പാപങ്ങൾക്ക് സ്വന്തത്തിന് എന്തുണ്ടാകും? ഒരു ആകർഷണമുണ്ടാകും. മറ്റുള്ള പാപങ്ങൾ അത് ചെയ്തു കഴിഞ്ഞാൽ അതുകൊണ്ട് പാപങ്ങൾക്ക്, അല്ലെങ്കിൽ മറ്റുള്ള പാപങ്ങൾക്ക്, ശിർക്കിന് താഴെയുള്ള പാപങ്ങൾക്ക്, ഉദാഹരണത്തിന് വ്യഭിചാരം അതുപോലുള്ള കാര്യങ്ങളിലൊക്കെ ഒരു ആസ്വാദനം ഉണ്ടാകും. അതുകൊണ്ടാണ് അവരൊക്കെ ആ പാപങ്ങൾ ചെയ്യുന്നത്. പക്ഷെ സഹോദരങ്ങൾ, ശിർക്കിനെ പറ്റി ആലോചിച്ച് നോക്കിയിട്ടുണ്ട്. അതിനൊരു ആസ്വാദനവും ഇല്ലാത്ത കാര്യമാണ് ശിർക്ക്. ഒരാസ്വാദനവും ഇല്ലാത്ത കാര്യമാണ് ശിർക്ക്. നമ്മൾ കാണുന്നില്ല പല ആളുകളും. സുബ്ഹാനല്ലാഹ്, എന്താണ് അവരുടെ അവസ്ഥ? അതുകൊണ്ടാണ് റബ്ബ് സുബ്ഹാനഹു വ തആല പറഞ്ഞത്, ഇന്നല്ലാഹ ലാ യഗ്ഫിറു അൻ യുശ്റക ബിഹി വയഗ്ഫിറു മാ ദൂന ദാലിക ലിമൻ യശാ. ഒരിക്കലും ശിർക്കാകുന്ന പാപം റബ്ബ് സുബ്ഹാനഹു വ തആല പുറത്തു നൽകുകയില്ല. വയഗ്ഫിറു മാ ദൂന ദാലിക ലിമൻ യശാ, അതിന് താഴെയുള്ള പാപങ്ങൾ റബ്ബ് ഉദ്ദേശിക്കുകയാണെങ്കിൽ പുറത്തു നൽകുമെന്ന് പറയാനുള്ള കാരണം, ശിർക്കിനോട് നമുക്ക് പ്രത്യേകിച്ചൊരു ലസ്സത്തോ ഒരു ആസ്വാദനമോ ഒന്നുമില്ല എന്നത് കൊണ്ട് തന്നെയാണ്. അതിനാൽ സഹോദരങ്ങളെ, നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം, നമ്മുടെ ശരീരത്തിൽ എന്തെങ്കിലും ഒരു കാര്യം അതിന് വല്ല കുഴപ്പങ്ങളും സംഭവിച്ചാൽ പിന്നീട് നമുക്ക് പഴയ രൂപത്തിലേക്ക് കൊണ്ടുവരാൻ സാധിക്കുക എന്നുള്ളത് പ്രയാസമായ കാര്യമാണ്. ഷെയ്ഖ് പറയാണ്, ഭൂമുഖത്തുള്ള ജിന്നും ഇൻസും എല്ലാവരും ഒരുമിച്ച് കൂടി കഴിഞ്ഞാലും അതിൻ്റെ അള്ളാഹു നൽകിയതിൻ്റെ പരിപൂർണാവസ്ഥയിൽ നമുക്ക് തിരിച്ച് ലഭിക്കുകയില്ല എന്ന് ഷെയ്ഖ് ഹഫിളഹുല്ലാ പറഞ്ഞതായി കാണാം. അതിനുശേഷം ഷെയ്ഖ് പറയുകയാണ്,
ലഖദ് ഖാമത്തിൽ ആയാതു തശ്ഹദു അന്നഹു ഇലാഹുൻ അദീമുൻ ഫദ്ലുഹു ലൈസ യൻഫദു. ഈ ദൃഷ്ടാന്തങ്ങളെല്ലാം നൽകിയ റബ്ബ്, ആയാത്തുകളെല്ലാം നൽകിയ റബ്ബ്, അന്നഹു ഇലാഹുൻ അദീമുൻ, അവൻ മഹത്തരമായ അല്ലെങ്കിൽ മഹത്വമുള്ള ആരാധ്യനാണ്. ലൈസ യൻഫദു, അവൻ നൽകിയ അനുഗ്രഹങ്ങളാകട്ടെ അതൊരിക്കലും എന്താവുകയില്ല, തീർന്നു പോവുകയില്ല, കഴിഞ്ഞു പോവുകയില്ല എന്ന് ഷെയ്ഖ് റഹിമഹുല്ല പറയുകയാണ്. ഭൂമുഖത്തുള്ളതെല്ലാം അള്ളാഹുവിൻ്റെ ഔദാര്യം കൊണ്ടാണ് നമുക്ക് ലഭിച്ചത്. അവൻ്റെ ഔദാര്യം അത് വറ്റിപ്പോവുകയില്ല. അതിനെപ്പറ്റി നമ്മൾ മുൻകഴിഞ്ഞ വരികളിൽ സൂചിപ്പിച്ചിരുന്നു. ഹദീസ് ഓർമ്മയുണ്ടാകും. അഥവാ ഇൻസും ജിന്നും എല്ലാവരും ഒരുമിച്ച് കൂടി റബ്ബിനോടൊരു കാര്യം ആവശ്യപ്പെടുകയും അവർക്കെല്ലാവർക്കും അവരെന്താണോ ചോദിച്ചത് അത് നൽകിയാലും മാ നഖസ ദാലിക മിൻ മുൽക്കിഹി, അല്ലെങ്കിൽ അള്ളാഹുവിൻ്റെ ആധിപത്യത്തിൽ നിന്ന് എത്ര മാത്രമേ കുറയുകയുള്ളൂ. ഒരു മുട്ടുസൂചി കടലിൽ മുക്കിയെടുത്താൽ എത്രയാണോ കുറയുക അത്രമാത്രമാണ് റബ്ബിൻ്റെ മുൽക്കിൽ നിന്ന് കുറയുകയുള്ളൂ എന്ന കാര്യം നമ്മൾ കഴിഞ്ഞ ദർസിൽ സൂചിപ്പിച്ചിരുന്നു. പിന്നീട് ഷെയ്ഖ് പറയുന്നത് ഫമൻ കാന മിൻ ഗർസിൽ ഇലാഹി അജാബഹു വലൈസ ലിമൻ വല്ലാ വഅദ്ബറ മുസ്ഇദു. പിന്നീട് അല്ലാഹു സുബ്ഹാനഹു വ തആല ചില നട്ടുപിടിപ്പിച്ച ചെടികളെ പറ്റിയാണ് പറയുന്നത്. മിൻ ഗർസിൽ ഇലാഹ്, അള്ളാഹുവിൻ്റെ ചില നട്ടുപിടിപ്പിച്ച ചെടികളുണ്ട്. അങ്ങനെയുള്ളവർക്ക് അല്ലെങ്കിൽ അവരിൽ നിന്ന് ആ ചെടിയിൽ നിന്ന് തിരിഞ്ഞു കളയുന്ന ആളുകൾക്ക് ഒരിക്കലും സൗഭാഗ്യവാനാകാൻ സാധിക്കുകയില്ല എന്നാണ് ഷെയ്ഖ് പറയുന്നത്. എന്താണ് ഇവിടെ സഹോദരങ്ങൾ ഉദ്ദേശം? ആർക്കാണ് അറിയുന്നത്? ഗർസുൽ ഇലാഹ്, അള്ളാഹുവിൻ്റെ നട്ടുപിടിപ്പിച്ച ചെടികൾ ആർക്കാണ് അറിയുന്നത്? ആർക്കും അറിയില്ല? അറിയോ? അറിയില്ല? അവിടെ ഉദ്ദേശം പണ്ഡിതന്മാരെ പറ്റിയാണ്, ഉലമാക്കളെ പറ്റിയാണ് ഉദ്ദേശം. എന്താണ് അങ്ങനെ പറയാനുള്ള കാരണം? അവർ ചെടികളെ പോലെ മറ്റുള്ള ആളുകൾക്ക് ഉപകാരം നൽകുന്ന ആളുകളാണ്. അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞു, ലാ യസാലുല്ലാഹു യഗ്രിസു ഫീ ഹാദദ്ദീൻ ഗർസൻ യസ്തഅമിലുഹും ഫീ ത്വാഅതിഹി. അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ പറയുകയാണ്, അള്ളാഹു ചില കാര്യങ്ങൾ നട്ടുകൊണ്ടേയിരിക്കും ഫീ ഹാദദ്ദീൻ, ഈ ദീനിൽ. ഗർസൻ, ആ നട്ടുപിടിപ്പിച്ച കാര്യങ്ങൾ, യസ്തഅമിലുഹും ഫീ ത്വാഅതിഹി, അള്ളാഹുവിനെ അനുസരിക്കുന്നതിൽ അവരെ ഉപയോഗപ്പെടുത്തും എന്ന ഹദീസ് നമുക്ക് കാണാൻ സാധിക്കും. അപ്പോൾ സഹോദരങ്ങളെ, അവരാണ് യഥാർത്ഥ അള്ളാഹുവിൻ്റെ നട്ടുപിടിപ്പിക്കപ്പെട്ട ചെടി എന്ന് പറഞ്ഞാൽ ജനങ്ങൾ അവരിൽ നിന്ന് ഉപകാരമെടുക്കുകയാണ്, ഉലമാക്കളിൽ നിന്ന് ഉപകാരമെടുക്കുകയാണ്. അടിമകളുടെ കൂട്ടത്തിൽ നിന്ന് അവർ മുഖേന അള്ളാഹു ഉദ്ദേശിച്ചുകൊണ്ട് പല ആളുകളും എന്ത് ചെയ്യാണ്? നേർമാർഗത്തിലേക്ക് വഴി കാട്ടപ്പെടുകയാണ്. ഈ പണ്ഡിതന്മാരിൽ നിന്ന് പഠിച്ച ആളുകൾക്കാണ് ഈ കണ്ട പ്രാപഞ്ചികമായ ദൃഷ്ടാന്തങ്ങൾ യഥാവണ്ണം മനസ്സിലാക്കാൻ സാധിക്കുക. ആ പണ്ഡിതന്മാരാണ് നമുക്ക് ആ പ്രാപഞ്ചികമായ കാര്യങ്ങളെപ്പറ്റി പറഞ്ഞു തരിക. ആലോചിച്ച് നോക്കണം അല്ലേ? നമ്മൾ പലതും കാണുന്നുണ്ട്, പലതും നമ്മുടെ കണ്ണുകൊണ്ട് കാണുന്നുണ്ട്. പക്ഷെ നമ്മൾ ഈ രൂപത്തിൽ ചിന്തിച്ചിട്ടുണ്ടോ? ഷെയ്ഖ് സുലൈമാൻ റഹീലി ഹഫിളഹുല്ല അദ്ദേഹമാണ് നമുക്ക് വിശദീകരിച്ച് തന്നത് എന്തൊക്കെ കാര്യങ്ങൾ പ്രാപഞ്ചികമായി ഉണ്ട്, എന്താണ് നമ്മുടെ കണ്ണിൻ്റെ അവസ്ഥ. ഇതൊക്കെ നമുക്ക് ആരാണ് പറഞ്ഞു തന്നത്? പണ്ഡിതന്മാരാണ്. അവർ സഹോദരങ്ങൾ, നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം, അവരുമായി നമ്മൾ നിരന്തരം ബന്ധം പുലർത്തി. ഇതാണ് സലഫി മനഹജു സലഫ്, അഥവാ പഠിച്ച പണ്ഡിതന്മാരുമായി നല്ല ബന്ധമുണ്ടാവുക എന്നുള്ളത്, അവരിൽ നിന്ന് കാര്യങ്ങൾ പഠിച്ച് മനസ്സിലാക്കുക എന്നുള്ളത്. ഇനി സഹോദരങ്ങളെ, ഷെയ്ഖ് സുലൈമാൻ റഹീലി ഹഫിളഹുല്ലാഹ് അദ്ദേഹം പറഞ്ഞതായി കാണാം, ഒരാൾ സ്വന്തമായ വായന ഉണ്ടായാലും ശരി ഒരുപക്ഷെ നശിക്കാൻ കാരണമായേക്കാം. സ്വന്തമായി വായിച്ചു കഴിഞ്ഞാൽ നമ്മൾ ആ വായിക്കുന്ന കാര്യം പോലും ആരുടെ കീഴിൽ പഠിച്ചാലാണ് നമുക്ക് ധാരാളമായ ഉപകാരം ഉണ്ടാവുക? പണ്ഡിതന്മാരുടെ കീഴിൽ പഠിച്ചാലാണ്. ഇതിൻ്റെ ഉദ്ദേശം എന്തല്ല ഷെയ്ഖ് പറയാണ് സുലൈമാൻ റഹീലി, ഒരു മയ്യത്ത് കുളിപ്പിക്കാൻ കിടത്തിയതുപോലെ കിടക്കുക എന്നല്ല. അഥവാ പണ്ഡിതന്മാർ പറയുന്നത് തൊണ്ട തൊടാതെ വിഴുങ്ങുക എന്നുള്ളതല്ല, മറിച്ച് അവർ പറയുന്ന ആയത്തുകൾ, ഹദീസുകൾ അവരെങ്ങനെയാണ് തെളിവ് പിടിക്കുന്നത്, ഏത് രൂപത്തിലാണ് കാര്യങ്ങൾ നമുക്ക് പറഞ്ഞു തരുന്നത് എന്നുള്ളത് നല്ല രൂപത്തിൽ പഠിച്ച് മനസ്സിലാക്കി തെളിവുകളോട് യോജിച്ച കാര്യങ്ങൾ ഉലമാക്കളിൽ നിന്ന് സ്വീകരിക്കുക. ഇതാണ് ഉദ്ദേശം. ഇതാണ് സലഫി മൻഹജ്. ഇതിനെയാണ് സലഫി മൻഹജ് എന്ന് പറയുക. ഈ കൂട്ടരാണ് സഹോദരങ്ങളെ യഥാർത്ഥത്തിൽ വിജയിക്കുക. ഇവരിൽ നിന്നും എത്ര ആളുകൾ, ഏതാളുകൾ വിദൂരത്തായോ അവൻ ശൈത്താന്റെ കരങ്ങളാൽ
വഴിപിഴക്കും എന്നുള്ളതിൽ സംശയമില്ല. അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞതായി നമുക്ക് കാണാൻ സാധിക്കും, അൽ ഉലമാ വറസത്തുൽ അംബിയ, പണ്ഡിതന്മാർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവർ നബിമാരുടെ അനന്തരം പറ്റിയ ആളുകളാണ്. അവരാണ് യഥാർത്ഥത്തിൽ നബിമാരുടെ അനന്തരമെടുത്ത ആളുകൾ. അതിനാൽ സഹോദരങ്ങളെ, ഉലമാക്കളുമായി നമ്മൾ ബന്ധമുണ്ടാവുക, അവരുമായി ബന്ധമുള്ള ആളുകളുമായി നമ്മൾ ബന്ധമുണ്ടാവുക. നമുക്കിനി ഒരുപക്ഷെ പണ്ഡിതന്മാരുമായി നേരിട്ട് ബന്ധമുണ്ടായിക്കൊള്ളണമെന്നില്ല. അവരുമായി ബന്ധമുള്ള ആളുകളിൽ നിന്ന് നമ്മൾ ദീൻ സ്വീകരിക്കുക. ആ വിഷയം നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കണം. ഇബ്നു സീരീൻ റഹിമഹുല്ലാ അദ്ദേഹം പറഞ്ഞതുപോലെ, ഇന്ന ഹാദൽ ഇൽമ ദീനുൻ, ഈ അറിവ് എന്ന് പറഞ്ഞാൽ അത് നിന്റെ ദീനാണ്. നീ ഒരാളിൽ നിന്ന് അറിവ് കേട്ട് കഴിഞ്ഞാൽ അത് നീ അമലാക്കാനാണ് നോക്കുന്നത്, അല്ലേ? അല്ലെങ്കിൽ നമ്മൾ ആരെങ്കിലും വന്നിരിക്കോ? വല്ല കാര്യമുണ്ടോ? നമ്മൾ ഈ പഠിക്കുന്ന കാര്യങ്ങൾ എന്തിനു വേണ്ടിയാണ്? അത് അമലാക്കാനാണ്. ഇന്ന ഹാദൽ ഇൽമ ദീനുൻ, നീ ഈ പഠിക്കുന്ന അറിവ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് നിന്റെ അറിവാണ്, അത് നിന്റെ ദീനാണ്. അതിനാൽ ഫല്യൻദുറു അമ്മൻ തഖുദൂന ദീനക്കും, നീ ആരിൽ നിന്നാണ് നിന്റെ ഈ അറിവ് സ്വീകരിക്കുന്നത് എന്ന് നീ നന്നായി നോക്കണം. എല്ലാവരുടെ അടുത്തും നിങ്ങൾ ആലോചിച്ച് നോക്കുക. നമ്മളെ ചില ആളുകൾ പറയുന്നതായി കാണാം, എല്ലാവരുടെ അടുത്തുനിന്ന് കേൾക്കാം, നല്ലത് സ്വീകരിക്കാം. ഈ ഒരു നിലപാട് ഒരാൾ ഡോക്ടർ പഠിക്കുന്നുണ്ടെങ്കിൽ, ഡോക്ടർ ആവാൻ പഠിക്കുന്നുണ്ടെങ്കിൽ അവൻ സ്വീകരിക്കും. എല്ലാവരും കേൾക്കാം. ആലോചിച്ച് നോക്കുക, ചായപ്പൊടിയിരുന്ന് ചായ കുടിക്കുന്ന ഒരാൾ, അയാളുടെ അടുത്തുനിന്ന് സർജറിയെ പറ്റി നിങ്ങളുടെ അഭിപ്രായം എന്താണ് എന്ന് ചോദിച്ചാൽ അയാൾ ചായ കുടിച്ചുകൊണ്ട് രണ്ട് അഭിപ്രായം പറഞ്ഞാൽ നമ്മളത് സ്വീകരിക്കുമോ? ഒരിക്കലുമില്ല. ബുദ്ധിയുള്ള ഒരാൾ സ്വീകരിക്കുകയില്ല. ഒരിക്കലും നിന്റെ അടുക്കൽ ദീൻ ഏറ്റവും ചെറിയ കാര്യമാകാൻ പാടില്ല. അള്ളാഹു 7ാം ആകാശത്ത് നമുക്ക് ഇറക്കി തന്ന ദീനാണിത്. അതിൽ മലായിക്കത്തുകളിൽ വെച്ച് ഏറ്റവും ശ്രേഷ്ഠനായ ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാം, സൃഷ്ടികളിൽ വെച്ച് ഏറ്റവും ശ്രേഷ്ഠനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് എത്തിച്ചു കൊടുത്ത ദീൻ നിനക്ക് ഏറ്റവും ചെറുതാവുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നീ നിന്റെ നഫ്സിനെ, നിന്റെ മനസ്സിനെ നന്നായി ഒന്ന് പരിശോധിക്കണം. ദുനിയാവിപരമായ അറിവുകൾ അവൻ അതിൻ്റെ ഏറ്റവും ഉന്നതനായ ആളുകളിൽ നിന്ന് മാത്രം സ്വീകരിക്കും. എന്നാൽ നിന്റെ രക്തവും നിന്റെ മാംസവുമായ ദീൻ അത് നീ എല്ലാവരിൽ നിന്ന് കേൾക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിനേക്കാൾ വലിയ വിഡ്ഢിത്തം മറ്റെന്താണുള്ളത്? അതിനാൽ സഹോദരങ്ങളെ, ഉലമാക്കൾ, അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഹദീസുകൾ യഥാർത്ഥ രൂപത്തിൽ നമുക്ക് പറഞ്ഞു തരുന്ന, അള്ളാഹുവിൻ്റെ ആയത്തുകൾ, ഖുർആനിക വചനങ്ങൾ നമുക്ക് യഥാർത്ഥ രൂപത്തിൽ പറഞ്ഞു തരുന്ന സലഫുകൾ എങ്ങനെ മനസ്സിലാക്കിയോ അതാണ് നമ്മളെ വ്യത്യസ്തമാക്കുന്ന കാര്യം. അതാണ് നമ്മളെ വ്യത്യസ്തനാക്കുന്ന കാര്യം. സലഫുകൾ എങ്ങനെ മനസ്സിലാക്കിയോ, ഈ ആയത്തും ഹദീസും സലഫുകൾ എങ്ങനെ മനസ്സിലാക്കിയോ അതുപോലെ നമുക്ക് മനസ്സിലാക്കി തരുന്ന ഉലമാക്കൾ ഹഫിളഹുമുല്ലാഹു അജ്മഈൻ, അവരിൽ നിന്ന് നമ്മൾ സ്വീകരിച്ചു കഴിഞ്ഞാൽ സഹോദരങ്ങളെ നമ്മൾ യഥാർത്ഥ പാതയിലാകും എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കണം. ഇങ്ങനെയുള്ള യഥാർത്ഥ ഉലമാക്കളിൽ നിന്നും നമ്മളെ തെറ്റിച്ചു കളയാൻ ഈ കാലഘട്ടത്തിൽ ധാരാളം ആളുകളെ നമുക്ക് കാണാൻ സാധിക്കും. ഉദാഹരണത്തിന് പറയുകയാണെങ്കിൽ കൊട്ടാര പണ്ഡിതന്മാർ എന്ന് പറഞ്ഞ് യഥാർത്ഥ ഉലമാക്കളെ താഴ്ത്തിക്കെട്ടുന്ന ആളുകൾ. നമ്മുടെ നാട്ടിലുള്ള ചില ചാനലുകൾ പോലും ഇറങ്ങിയിരിക്കുന്നത് എന്താണ്? സൗദിയെ കുറ്റം പറയാനും അവിടെയുള്ള പണ്ഡിതന്മാരെ കുറ്റം പറയാനുമാണ്. എന്താണ് പറയുന്നത്? അവരുടെ ചെരുപ്പ് നക്കികൾ. സുബ്ഹാനല്ലാഹ്, ആരെ പറ്റിയാണ് പറയുന്നത്? പല ഉലമാക്കളുടെയും വീടുകൾ പരിശോധിച്ച് നോക്കിക്കഴിഞ്ഞാൽ വളരെ ചെറിയ രൂപത്തിലുള്ളതാണ് പല ഉലമാക്കളുടെ വീട്. എന്നിട്ട് അവർ പറയുന്ന കാര്യം എന്താണ്? കൊട്ടാര പണ്ഡിതന്മാർ എന്നുള്ളത്. ആലോചിച്ച് നോക്കൂ സഹോദരങ്ങളെ, ആളുകൾ എന്നിട്ട് എന്ത് ചെയ്യാണ്? ഇങ്ങനെ യഥാർത്ഥ പണ്ഡിതന്മാരിൽ നിന്ന് ആളുകളെ അകറ്റുകയാണ്. നമ്മൾ നന്നായി ആളുകൾക്ക് പറഞ്ഞു കൊടുക്കണം. അള്ളാഹുവിൻ്റെ ദീൻ പഠിക്കുന്ന വിഷയം, പ്രത്യേകിച്ച് സലഫിയത്ത് മനസ്സിലാക്കി തരുന്ന പണ്ഡിതന്മാരിൽ നിന്നും ആളുകൾ ഈ രൂപത്തിൽ മറ്റുള്ള ആളുകളെ തെറ്റിച്ച് കളയുന്നത് കണ്ടാൽ അവർ ചിലപ്പോൾ സലഫി വേഷമുട്ട ആളുകൾ തന്നെയായിരിക്കും. യഥാർത്ഥ ഉലമാക്കളിൽ നിന്ന് ആളുകളെ തെറ്റിച്ച് കളയുന്ന ആളുകൾ. നമ്മൾ ഈ കാലഘട്ടത്തിൽ യഥാർത്ഥത്തിൽ എന്ത് ചെയ്യണം? ഈ കാര്യങ്ങൾ ശ്രദ്ധിക്കണം. കാരണം സഹോദരങ്ങളെ പറഞ്ഞതുപോലെ നമുക്ക് ആർക്കും ഒരു ഉറപ്പുമില്ല എത്ര കാലം നമ്മൾ ജീവിക്കുമെന്നുള്ളത്. വളരെ വിരളം മാത്രമാണ് ദുനിയാവ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, വളരെ വിരളം മാത്രമാണ്. ആ ഒരു കാലയളവിൽ യഥാർത്ഥ രൂപത്തിൽ അള്ളാഹുവിൻ്റെ ദീൻ പഠിച്ച് മനസ്സിലാക്കി അവനെ ഇബാദത്ത് ചെയ്ത്, അതും സലഫിയത്താണ്. ചില ആളുകളുടെ വിചാരം ഇബാദത്ത് മറ്റൊരു വിഷയമാണ് എന്നുള്ളതാണ്. ഒരിക്കലുമല്ല, ഇബാദത്തും സലഫിയത്താണ്. അതാണ് സലഫിയത്ത്. എന്തിനാണ് നമ്മൾ പഠിക്കുന്നത്? അമലാക്കാനല്ലേ. നമ്മൾ എല്ലാവരും പഠിച്ച കാര്യമാണെന്നല്ലേ, അൽ ഇൽമു ഖബലൽ ഖൗലി വൽ അമൽ. ആദ്യം എന്തുവാണ്? ഇൽമു വേണം. പിന്നെന്താണ്? വൽ അമലു ബിഹി. പഠിച്ച അറിവെന്ത് ചെയ്യണം? നമ്മൾ അമലാക്കണം. പിന്നെയാണ് ദഅവത്തു ഇലൈഹി. പിന്നെ അതിന് ശേഷമാണ് അതിലേക്ക് ആളുകളെ ക്ഷണിക്കേണ്ടത്. വസ്സബ്റു
അലൽ അദാ ഫീഹി. നാലാമത്തെ കാര്യം എന്താ? ഈ ദഅവത്ത് ചെയ്യുമ്പോൾ സ്വാഭാവികമായിട്ടും പല പ്രയാസങ്ങൾ കേൾക്കേണ്ടി വരും. തീവ്രവാദി, ഭീകരവാദി, അതുപോലെ തന്നെ 6-ാം നൂറ്റാണ്ട്, ഇങ്ങനെ പലതും കേൾക്കേണ്ടി വരും. അതിൽ നമ്മൾ എന്ത് ചെയ്യേണ്ടത്? അസ്സബ്ർ. എന്നിട്ട് നമുക്കുള്ള പേര് നമ്മളാണ് തീവ്രവാദികൾ. നമ്മുടെ ഉലമാക്കൾ നമ്മളെ പഠിപ്പിച്ച കാര്യം എന്താണ്? ഇൽമു പഠിക്കുക, അമലാക്കുക, അതിലേക്ക് ആളുകളെ ക്ഷണിക്കുക, ക്ഷമിക്കുക. നിങ്ങൾ ആലോചിച്ച് നോക്കണം. എന്നിട്ട് നമുക്കുള്ള പേര് ഭീകരവാദികൾ. എന്നിട്ട് നമ്മുടെ നാട്ടിലെ പല സംഘടനയുടെ പേരിൽ വാളെടുത്ത് വെട്ടി നടക്കുന്ന ആളുകൾ നാട് ഭരിക്കുന്ന ബാന്യന്മാർ, അള്ളാഹിൻ്റെ ദീൻ പഠിച്ച് ദഅവത്ത് നടത്തി അതിൽ ക്ഷമ കൈകൊള്ളുന്ന ആളുകൾ തീവ്രവാദികൾ. വ ഇലല്ലാഹിൽ മുസ്തക. അള്ളാഹുവിനോടല്ലേ നമുക്ക് നമ്മുടെ ആവലാദികൾ ബോധിപ്പിക്കാനുള്ളത് എന്ന് പറഞ്ഞുകൊണ്ട് അവസാനിപ്പിക്കുകയാണ്. പറഞ്ഞതുപോലെ സഹോദരങ്ങളെ, ഈ വിഷയം അള്ളാഹുവിൻ്റെ ദീൻ പഠിക്കുന്ന വിഷയത്തിൽ നമുക്ക് മടുപ്പുണ്ടാകാൻ പാടില്ല. അള്ളാഹ് ഈ ദീൻ പഠിക്കുന്നതിൽ നമുക്ക് ഉണ്ടാകുന്ന ആസ്വാദനം അതെത്ര മനോഹരമാണ്. ഒരു മസ്അല നമുക്ക് മനസ്സിലായാൽ നമുക്ക് ലഭിക്കുന്ന ആ ഒരു ആസ്വാദനം എത്ര മനോഹരമാണ്. അതിനാൽ ഒരു ദിവസം പോലും ദീൻ പഠിക്കാത്ത അവസ്ഥ ഉണ്ടാകാൻ പാടില്ല. പ്രത്യേകിച്ച് ഇനിയുള്ള കാലങ്ങൾ, ദിവസങ്ങൾ കഴിയുന്നതിനനുസരിച്ച് നമുക്ക് എന്തുണ്ടാകും? ഫിത്നകൾ അത് വർദ്ധിച്ചു വരികയാണ് ചെയ്യുക. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞതുപോലെ. അതിനാൽ നമുക്ക് ഏറ്റവും വലിയ രക്ഷാമാർഗം അത് ദീൻ പഠിക്കുക എന്നുള്ളതാണ്. സഹോദരങ്ങളെ, പറഞ്ഞ കാര്യങ്ങൾ ജീവിതത്തിൽ പ്രാവർത്തികമാക്കാൻ റബ്ബ് സുബ്ഹാനഹു വ തആല നമുക്ക് എല്ലാവർക്കും തൗഫീക്ക് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. ഞാൻ പറഞ്ഞതിൽ വല്ല നന്മയും ഉണ്ട് എങ്കിൽ അത് റബ്ബ് സുബ്ഹാനഹു വ തആലയിൽ നിന്നും മാത്രമുള്ളതാണ്. ഞാൻ പറഞ്ഞതിൽ വല്ല തിന്മയും വന്നു പോയിട്ടുണ്ട് എങ്കിൽ അതെന്നിൽ നിന്നും ശൈത്താനിൽ നിന്നുമുള്ളതാണ്. റബ്ബ് സുബ്ഹാനഹു വ തആല നമുക്ക് എല്ലാവർക്കും പുറത്തു നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. വഹാദാ വല്ലാഹു തആല അഅല വഅലം وصلى الله وسلم على نبينا محمد وعلى آله وأصحابه أجمعين. سبحانك اللهم وبحمدك أشهد أن لا إله إلا أنت أستغفرك وأتوب إليك. السلام عليكم ورحمة الله وبركاته.